ഉത്തരം പറയാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. ആദ്യം ശ്രീമംഗളാചരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം. ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിലെ 1-ാം ശ്ലോകം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സില്, അല്ലെ? ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയില് യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച് ഒത്തുകൂടിയിട്ടുള്ള എന്റെ പുത്രന്മാരും അവരുടെ പക്ഷക്കാരും, എന്റെ സഹോദരനായിട്ടുള്ള പാണ്ഡുവിന്റെ പുത്രന്മാരും അവരുടെ പക്ഷക്കാരും ആ കുരുക്ഷേത്ര ഭൂമിയിൽ എന്താണ് ചെയ്തത്, എന്താണ് സംഭവിച്ചത് സഞ്ജയ വിശദമായിട്ട് പറഞ്ഞു തരാൻ പറഞ്ഞു. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുജുത്സവഃ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. അങ്ങനെ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ഹൃദയം സൂക്ഷിപ്പുകാരനും അദ്ദേഹത്തിന്റെ മന്ത്രിയും അദ്ദേഹത്തിന്റെ തേരാളിയുമായിട്ടുള്ള സഞ്ജയൻ ആ ധർമ്മത്തിന്റെ പക്ഷത്തിൽ ചേർന്നിട്ട് നിഷ്പക്ഷനായിട്ട് യാതൊരു തരത്തിലും തന്റെ കയ്യിൽ നിന്ന് കൂട്ടിച്ചേർക്കാതെ അതേസമയം വിട്ടുപോകാതെയും 1-ാം ദിവസം രാവിലെ മുതലുള്ള കാര്യങ്ങള് ശ്രീമദ് ഭഗവത്ഗീത ആരംഭിക്കാൻ പോകുകയാണ്. മഹാഭാരതത്തിന്റെ 6-ാമത്തെ പർവ്വമായിട്ടുള്ള ഭീഷ്മ പർവ്വത്തിലെ അധ്യായം 25 മുതലാണ് ഇത് ആരംഭിക്കുന്നത്. 25-ാം അധ്യായത്തിലെ 1-ാം ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി 2-ാമത്തെ ശ്ലോകം, ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിലെ 2-ാം ശ്ലോകം. സഞ്ജയൻ മറുപടി പറയാൻ പോകുകയാണ്. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. വിവർത്തനം, ട്രാൻസ്ലേഷൻ. സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് അങ്ങയുടെ പുത്രനായിട്ടുള്ള ദുര്യോധന മഹാരാജാവ് ആചാര്യനായ ദ്രോണാചാര്യന്റെ മുമ്പിൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, പർപ്പട്ട്, ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ജനനം മുതൽക്കേ അന്ധനായിരുന്നു ധൃതരാഷ്ട്ര മഹാരാജാവ്.
നിർഭാഗ്യവശാൽ ആധ്യാത്മിക വീക്ഷണവും അദ്ദേഹത്തിനില്ല. ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ പുത്രന്മാരും അത്ര തന്നെ അന്ധരാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ജനനം മുതൽക്കേ ധർമ്മനിഷ്ഠരായിരുന്ന പാണ്ഡുപുത്രരുമായി പൊരുത്തപ്പെടാൻ അവർക്കൊരിക്കലും സാധ്യമല്ലെന്നും അദ്ദേഹത്തിന് അറിയാം. എങ്കിലും ഈ പവിത്രമായ സ്ഥലത്തിന്റെ സ്വാധീന ശക്തിയെ പറ്റി അദ്ദേഹത്തിന് സംശയമുണ്ട്. ഇങ്ങനെ യുദ്ധരംഗത്തെ സ്ഥിതിയെ പറ്റി ചോദിച്ചതിന്റെ ഉദ്ദേശ്യം സഞ്ജയൻ മനസ്സിലാക്കുകയും ചെയ്തു. തീർത്ഥസ്ഥലത്തിന്റെ സ്വാധീന ശക്തിക്ക് അധീനരായി ദുര്യോധനാദികൾ യാതൊരു ഒത്തുതീർപ്പിനും ഒരുങ്ങാനിടയിലെന്ന് വിഷാദഗ്രസ്തനായ ധൃതരാഷ്ട്ര മഹാരാജാവിനെ ധൈര്യപ്പെടുത്താനായി സഞ്ജയൻ പറയുകയാണ്. ദുര്യോധനൻ പാണ്ഡവരുടെ സേനാവ്യൂഹം കണ്ട ശേഷം തന്റെ ആചാര്യനായ ദ്രോണാചാര്യരുടെ അരികിൽ സത്യസ്ഥിതി അറിയിക്കാനായി ചെല്ലുന്നു. രാജാവാണെങ്കിൽ കൂടി ദുര്യോധനന് കാര്യഗൗരവം മൂലം ദ്രോണാചാര്യനെ ചെന്ന് കാണേണ്ടി വന്നു. രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. പക്ഷേ പാണ്ഡവരുടെ സൈന്യബലം കണ്ടപ്പോൾ തനിക്കുണ്ടായ ഭയത്തെ തന്ത്രപരമായ ഈ പുകമറ കൊണ്ട് മൂടിവെക്കാൻ ദുര്യോധനന് കഴിഞ്ഞില്ല. അങ്ങനെ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവ് ചോദിച്ച ആ ചോദ്യത്തിന്, ആ ശങ്കയ്ക്ക് നല്ലപോലെ വിശദീകരണം നടത്തുകയാണ്. അതേസമയം തന്നെ നമ്മുടെ സ്വന്തം ലേഖകനായിട്ടുള്ള സഞ്ജയൻ ധർമ്മത്തിന്റെ ഒരു പ്രതീകമാണ്. കാരണം വേദവ്യാസ മഹർഷിയിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച് വേദശാസ്ത്ര പുരാണങ്ങളെല്ലാം നല്ലപോലെ അഭ്യസിച്ചിട്ടുണ്ട്. ഭീഷ്മ പിതാമഹന്റെയും ദ്രോണാചാര്യരുടെയും വിതുരരുടെയും എല്ലാം കൂടെ നടന്നിട്ട് ഒന്നും കൂടി ആ ജ്ഞാനത്തെ വിജ്ഞാനമാക്കി മാറ്റുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് വേദവ്യാസ മഹർഷി കൊട്ടാരത്തിൽ വരുന്ന സമയത്ത് സംശയ നിവൃത്തികളെല്ലാം ചെയ്യുകയും എപ്പോഴും ധൃതരാഷ്ട്ര മഹാരാജാവിനെ സംരക്ഷിക്കണേ, അദ്ദേഹത്തിന് മേത്തൊരു കണ്ണ് വേണേ, അദ്ദേഹം എന്തെങ്കിലും അധർമ്മം ചെയ്യുമ്പോൾ നീ ധർമ്മത്തെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കണേ എന്നെല്ലാം ഓർമ്മിപ്പിക്കും. ശരി ഗുരു, ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് എപ്പോഴും രാജാവിനെ അധർമ്മത്തിൽ നിന്നും അസത്യത്തിൽ നിന്നെല്ലാം അധാർമിക പ്രവൃത്തികളിൽ നിന്നെല്ലാം പിൻവലിക്കുന്നതായിട്ട് നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള സഞ്ജയൻ ചില സമയത്ത് പരോക്ഷമായിട്ട്, പ്രത്യക്ഷമായിട്ട് പറയാൻ പറ്റില്ല, രാജാവാണ്. അപ്പൊ അതുകൊണ്ട് പരോക്ഷമായിട്ട് താങ്കൾ ചെയ്യുന്നത് ശരിയല്ല മഹാരാജാവേ, നമുക്ക് ഈ യുദ്ധം നിർത്തിവെക്കാം, അങ്ങ് പറയൂ, അങ്ങയുടെ ഒരു ഉത്തരവിനായി ഞാൻ കാത്തു നിൽക്കുകയാണ് എന്നെല്ലാം ഭഗവത്ഗീതയിലെ പരോക്ഷമായിട്ട് ചില വാക്കുകളിൽ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ധൃതരാഷ്ട്ര മഹാരാജാവ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് സഞ്ജയൻ പറഞ്ഞു, അലയോ മഹാരാജാവേ, ദൃഷ്ടാത്തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ. തഥാ ആ സമയത്ത്, ഏത് സമയത്ത്? രണ്ട് സൈന്യങ്ങളും മുഖാമുഖം അണിനിരുന്ന സമയത്ത്, പുലർച്ചെ. ഇവിടെ കൗരവസേന ആ ഒരു നാഗവ്യൂഹത്തെയാണ്, വലിയൊരു പാമ്പിന്റെ ആകൃതിയിലുള്ള ഒരു വ്യൂഹത്തെ, അനേകം തലകളുള്ള ഒരു വ്യൂഹത്തെ സൃഷ്ടിച്ചു. മഹാരഥന്മാരായിട്ടുള്ള സൈന്യാധിപന്മാരായിട്ടുള്ള ആ സേനാധിപന്മാര് എല്ലാ മുഖങ്ങളിലും നിലയുറപ്പിച്ചു. സർവ്വസൈന്യാധിപൻ ഏറ്റവും മുന്നിലുണ്ട്. സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മ പിതാമഹൻ. ആ പാമ്പിന് പുറകിലായിട്ട്, ആ സൈന്യാധിപന്മാരുടെ പുറകിലായിട്ട് ഉപസൈന്യാധിപന്മാരും മഹാരഥികളും രഥികളും അതിരഥികളും എല്ലാം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. കിലോമീറ്ററുകളോളം, 1-2 കിലോമീറ്റർ അല്ല, 3-4 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ വരെ ഈ ഒരു വലിയ നാഗം ഇങ്ങനെ കിടക്കുകയാണ്. കാരണം വളരെ വലിയൊരു ഭൂപ്രദേശമാണ് ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമി. 2 യോജന നീളവും 2 യോജന വീതിയുമുണ്ട്. 1 യോജന എന്ന് പറഞ്ഞാൽ 13.5 കിലോമീറ്റർ. അത്രയും വിസ്തൃതമായിട്ട് കിടക്കുന്ന ഒരു വലിയൊരു ക്ഷേത്രവയല് അല്ലെങ്കിൽ ഒരു വലിയ കോൾനിലം പോലെയാണ് ആ കുരുക്ഷേത്ര ഭൂമി കിടക്കുന്നത്. സമനിരപ്പായിട്ട്, ഭൂപ്രദേശമായിട്ട്, സമതല പ്രദേശമായിട്ട്. അവിടെ ഇത്ര വലിയൊരു നാഗവ്യൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് കൗരവന്മാർ അണിനിരന്നു. അതിനെ എതിർക്കുവാനായിട്ട് ഒരു ഗരുഡ വ്യൂഹത്തെ, ഒരു ആ പരുന്തിന്റെ ആകൃതിയിലുള്ള ഒരു വ്യൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ പരുന്തിന്റെ ആ കൊക്കിലും കണ്ണുകളിലും അതിന്റെ ചിറകുകളിലുമെല്ലാമായിട്ട് സൈന്യാധിപന്മാരായിട്ടുള്ള 7 പേരും സർവ്വസൈന്യാധിപനായിട്ടുള്ള ധൃഷ്ടദ്യുമ്നൻ മുന്നിലും മറ്റു അതിരഥികളും രഥികളുമെല്ലാം അണിനിരുന്നു. ആ സമയത്ത് ദുര്യോധനൻ തന്റെ രഥത്തിൽ നിന്ന് അതിനെ നോക്കി. അടുത്ത് തന്നെയാണ്, 10-200 മീറ്റർ വ്യത്യാസമുള്ളൂ, അധികം ദൂരെയൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെ. കാരണം ഇവിടെ ശ്ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഇതം, അത്ര, ഇത്ര, തത്ര എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വളരെ അടുത്ത് തന്നെയാണ്, വളരെ ദൂരെയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ തന്റെ രഥത്തില് ഇരുന്നു കൊണ്ട് ആ പാണ്ഡവ സൈന്യത്തെ കണ്ടപ്പോൾ
ദൃഷ്ടദ്യുമ്നൻ വ്യൂഹീകരിച്ചിട്ടുള്ള അടുക്കും ചിട്ടയോടും കൂടിയിട്ട് നിർത്തിയിട്ടുള്ള ആ സേനാവ്യൂഹത്തെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം ആചാര്യ ഉപസംഗമ്യ, ആചാര്യന്റെ അടുത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. തന്റെ രഥത്തിൽ നിന്നും ഇറങ്ങി. രാജാ ദുര്യോധന, രാജാവായ ദുര്യോധനൻ വചനം അബ്രവീത്, എന്നിട്ട് ആചാര്യന്റെ അരികെ ചെന്ന് ഇപ്രകാരം പറഞ്ഞു. ഇത് കേട്ടപ്പോ ധൃതരാഷ്ട്ര മഹാരാജാവിന് വളരെ സന്തോഷമായി. അല്ലെ? എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ദുരാചാരിയാണ്, ദുർബുദ്ധിയാണ്, അല്ലെ? വളരെ തന്നിഷ്ടക്കാരനാണ്, അഹങ്കാരിയാണ്, ആരെയും വകവെക്കില്ല, ആരോടും ബഹുമാനമില്ല. പക്ഷെ തന്റെ പുത്രൻ അതാ അനുഗ്രഹം വാങ്ങാനായിട്ട് ദ്രോണാചാര്യരുടെ തന്റെ അധ്യാപകന്റെ അരികിലേക്ക് പോയി എന്ന് കേട്ടപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ഹൃദയത്തില് മനസ്സിൽ ലഡുപൊട്ടി. ഓ, അവൻ നന്നാവാൻ തീരുമാനിച്ചുല്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സഞ്ജയന്റെ അടുത്ത ശ്ലോകം കേൾക്കുമ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ഈ ലഡുവെല്ലാം പൊട്ടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പരോക്ഷമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു, ചില വാക്കുകള് സഞ്ജയൻ ആ പൂവമ്പഴത്തില് സൂചി കയറ്റുന്ന പോലെ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ബുദ്ധിയിലേക്ക് കയറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ ജന്മനാന്തനും അതുപോലെ തന്നെ ജ്ഞാനത്തില് അന്ധനുമായിട്ടുള്ള ആ പാവം ധൃതരാഷ്ട്ര മഹാരാജാവിന് ആ പുത്രന്മാരോടുള്ള ആധിക്യം മൂലം, മമത്വബോധം മൂലം ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവുണ്ടായില്ല. ഇവിടെ രാജാ ദുര്യോധനഹ, അല്ലയോ മഹാരാജാവേ, മഹാരാജാവായ ദുര്യോധനൻ. നോക്കൂ, യഥാർത്ഥത്തിൽ ആരാണ് രാജാവ്? ധൃതരാഷ്ട്രർ. പാണ്ഡു മഹാരാജാവാണ് യഥാർത്ഥത്തില്. അദ്ദേഹം ഇതുവരേക്കും അധികാരം കൈമാറിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ആ കിന്തമ മഹർഷിയുടെ ശാപം മൂലം വനവാസത്തിന് പോയ സമയത്ത് ഞാൻ തിരിച്ചു വരും, ശാപമെല്ലാം കഴിഞ്ഞ്, അല്ലെങ്കിൽ എന്റെ പുത്രൻ വളർന്നു വലുതാവുന്ന സമയത്ത് താങ്കള് ഈ കിരീടവും ചെങ്കോലും തിരിച്ചു കൊടുക്കണം എന്ന വ്യവസ്ഥയിലാണ് അന്ധനായിട്ടുള്ള, രാജാവായിരിക്കാൻ യോഗ്യതയില്ലാത്ത ധൃതരാഷ്ട്ര മഹാരാജാവിന് ഒരു പവർ ഓഫ് അറ്റോർണി അല്ലെങ്കിൽ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഇത് കൊടുക്കുന്നത്. പക്ഷെ തിരിച്ചു വന്ന സമയത്ത് ഇതൊന്നും കൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ സഞ്ജയൻ പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, എല്ലാവരും അങ്ങയെയാണ് മഹാരാജാവായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. പക്ഷെ രാജഭരണമെല്ലാം ഇപ്പൊ നടത്തുന്നത് ആരാണ്? അങ്ങയുടെ പുത്രനായിട്ടുള്ള രാജാ ദുര്യോധനഹ അങ്ങാണ്. അങ്ങ് വെറും റബ്ബർ സ്റ്റാമ്പാണ്, ഒരു പാവയാണ്. ഇന്ത്യയിലെ ചില പ്രധാനമന്ത്രിമാരെ പോലെ, രാഷ്ട്രീയ പാർട്ടികളുടെ പാവയെ പോലെ അവരുടെ മനോധർമ്മമെല്ലാം മാറ്റിവെച്ചിട്ട് ആ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലെ പാവയായിട്ട് മാറാറുണ്ട്. ചില സമയത്ത് നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ പറയുകയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്തത്, അതുപോലെ തന്നെ ആചാര്യന്മാർ തിരഞ്ഞെടുത്തത് അങ്ങയെയാണ് ഹസ്തിനാപുരത്തിന്റെ മഹാരാജാവായിട്ട് അഭിഷേകം ചെയ്തത്. പക്ഷെ രാജ്യം ഭരിക്കുന്നത് ആരാണ്? അങ്ങയുടെ പുത്രനായിട്ടുള്ള രാജാ ദുര്യോധനഹ. രാജാവ് ദുര്യോധനനും അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളും അദ്ദേഹത്തിന്റെ ഒരു വൃത്തവുമാണ്. അദ്ദേഹത്തിന്റെ കുറെ വൃന്ദങ്ങളുണ്ട്, അല്ലെ? ദുശാസനൻ, ശകുനി, അശ്വത്ഥാമാവ്, കർണൻ, ജയദ്രഥൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ, അധർമ്മികൾ, അവരാണ് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു യുദ്ധം ഉണ്ടാവാനായിട്ട് സാഹചര്യം ഉണ്ടായത്. അങ്ങ് ശരിക്കും മഹാരാജാവായിട്ട് രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ ഒരു ധർമ്മത്തിന്റെ പാതയിൽ നിന്ന് അങ്ങ് വേദശാസ്ത്ര പുരാണങ്ങളെല്ലാം പഠിച്ചതാണ്, വേദവ്യാസ മഹർഷിയുടെ ബീജത്തിൽ നിന്നും ഉണ്ടായതാണ്. ശരിക്കും അങ്ങേക്ക് നല്ലൊരു മഹാരാജാവായിട്ട്, രാജർഷിയായിട്ട് രാജ്യം ഭരിക്കാമായിരുന്നു. പക്ഷെ അങ്ങ് എന്ത് ചെയ്തു? ഭരണമെല്ലാം തന്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനൊരു വ്യവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നത്. ഇപ്രകാരം വ്യൂഢത്തെ നോക്കിക്കൊണ്ട്, അല്ലെ? വ്യൂഢം എന്ന് പറഞ്ഞ വ്യൂഹം, ഈ സൈന്യത്തെ എല്ലാം നല്ല പോലെ ചമയ്ക്കാറുണ്ട്, അല്ലെ? പല പല ആകൃതികളില്. ഇന്നും നമ്മൾക്കത് പട്ടാളക്കാർക്കും പോലീസുകാരുടെ ഇടയിലും എല്ലാം കാണാൻ സാധിക്കും. 18 വ്യൂഹങ്ങളെ കുറിച്ചിട്ടാണ് മഹാഭാരതത്തിലും മറ്റുള്ള രാമായണത്തിലും എല്ലാം പറയുന്നത്. ചക്രവ്യൂഹം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, പത്മവ്യൂഹം, ഗരുഡ വ്യൂഹം, മകരവ്യൂഹം, അല്ലെ? വലിയ ചീങ്കണ്ണിയുടെ, മുതലയുടെ ആകൃതിയില്, മത്സ്യവ്യൂഹം സ്രാവിന്റെ ആകൃതിയില്, ക്രൗഞ്ചവ്യൂഹം കഴുകന്റെ ആകൃതിയില്, മണ്ഡലവ്യൂഹം വൃത്തത്തിന്റെ ആകൃതിയില്, വജ്രവ്യൂഹം തണ്ടർബോൾട്ട് ഇടിമിന്നലിന്റെ ആകൃതിയില്, സൂചി വ്യൂഹം നമ്മുടെ സേഫ്റ്റി, നമ്മുടെ തുന്നുന്ന സൂചിയുടെ ആകൃതിയിൽ മുനയുള്ളത്, സൂചി സംസ്കൃത വാക്കാണ്. ചന്ദ്രക്കലാവ്യൂഹം നാളികേരംകൊത്തിന്റെ പോലെ ഒരു അർദ്ധചന്ദ്രക്കലയുള്ള ആ ഒരു വ്യൂഹം. ശകടവ്യൂഹം ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ, അതായത് കാളവണ്ടിയുടെയോ കുതിരവണ്ടിയുടെയോ. കൂർമ്മവ്യൂഹം ഒരു
ആമയുടെ ആകൃതിയില് തൃശൂല വ്യൂഹം, ഒരു മഹാദേവന്റെ കയ്യിലുള്ള തൃശൂലത്തിന്റെ ആകൃതിയിലുള്ളത്, തരംഗ വ്യൂഹം തിരമാലയുടെ ആകൃതിയിലുള്ളത്, ശൃംഗവ്യൂഹം ആ പോത്തിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗത്തിന്റെയോ കൊമ്പിന്റെ ആകൃതിയിലുള്ളത്, ഊർമി വ്യൂഹം, അതുപോലെ തന്നെ ദേവവ്യൂഹം, സർവതോഭദ്രവ്യൂഹം. ഇങ്ങനെ 18 വ്യൂഹങ്ങളാണ് സാധാരണ നിർമ്മിക്കാറുള്ളത് എല്ലാ യുദ്ധങ്ങളിലും. രാമരാവണ യുദ്ധത്തിലായിക്കോട്ടെ, ഈ മഹാഭാരത യുദ്ധത്തിലായിക്കോട്ടെ. ഇങ്ങനെയുള്ള ഒരു വ്യൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഗവ്യൂഹത്തെ ആര് ഉണ്ടാക്കി? കൗരവരും. ഇവിടെ ഗരുഡ വ്യൂഹത്തെ പാണ്ഡവരും ഉണ്ടാക്കി. ഇങ്ങനെ ആ ഗരുഡ വ്യൂഹത്തെ കണ്ടുകൊണ്ട് തന്റെ സേനയേക്കാളും വളരെ ചെറുതാണ്. കാരണം തന്റെ സൈന്യത്തെ 11 അശ്വഹിണി സേനയുണ്ട്. വളരെ വലിയൊരു സേനയാണ്. അതിന്റെ ഒരു അരഭാഗം അല്ലെങ്കിൽ മുക്കാഭാഗമേ വരുന്നുള്ളൂ അവിടെ 7 അശ്വഹിണി സേനയോട് കൂടിയിട്ടുള്ള പാണ്ഡവ സൈന്യം. എന്നാലും ആ സൈന്യത്തെയും അവിടെ സജ്ജീകരിച്ച ആ ഒരു അടുക്കും ചിട്ടയും അതുപോലെ തന്നെ മഹാരഥികളെയും എല്ലാം കണ്ട് പെട്ടെന്ന് തന്നെ ചെറിയൊരു അങ്കലാപ്പിലായിട്ടുള്ള ദുര്യോധനൻ തന്റെ ആചാര്യന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് എന്താണ് പറയുന്നത്? ധൃതരാഷ്ട്ര മഹാരാജാവ് വിചാരിച്ച പോലെയാണോ? അദ്ദേഹം ആചാര്യന്റെ അനുഗ്രഹം വാങ്ങാനായിട്ടാണോ പോയത് എന്നാണെങ്കിൽ തെറ്റി നമുക്ക്. ഇവിടെ സഞ്ജയൻ പറയുകയാണ്, പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമോം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. വിവർത്തനം, ട്രാൻസ്ലേഷൻ. അല്ലയോ ദ്രോണാചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുമ്നൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ അങ്ങ് ഒന്ന് നോക്കൂ. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം. നയതന്ത്രജ്ഞനായ ദുര്യോധനന് സൈന്യാധിപനും മഹാബ്രാഹ്മണനുമായ ദ്രോണാചാര്യന്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ദ്രൗപദിയുടെ പിതാവായ ദ്രുപദ മഹാരാജാവുമായ ദ്രോണാചാര്യർക്ക് രാഷ്ട്രീയ വൈരമുണ്ടായിരുന്നു. അതിന്റെ ഫലമായി ദ്രുപദ മഹാരാജാവ് ഒരു യാഗം നടത്തുകയും ദ്രോണാചാര്യരെ വധിക്കുവാൻ കഴിവുള്ള ഒരു പുത്രൻ ഉണ്ടാകാനുള്ള വരം നേടുകയും ചെയ്തു. ഇതെല്ലാം ആചാര്യനെ നന്നായി അറിയാമെങ്കിലും ദ്രുപദന്റെ പുത്രനായ ദൃഷ്ടദ്യുമ്നനെ അദ്ദേഹത്തിന്റെ കീഴിൽ സൈനിക അഭ്യാസത്തിന് അയച്ചപ്പോൾ ഉദാരമതിയായ ബ്രാഹ്മണൻ എന്ന നിലയിൽ തനിക്കറിയാവുന്ന ആയുധമുറകളെല്ലാം അദ്ദേഹം ദൃഷ്ടദ്യുമ്നനെ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ ദൃഷ്ടദ്യുമ്നൻ പാണ്ഡവരുടെ സഹായിയാണ്. ദ്രോണാചാര്യൻ നിന്നും കിട്ടിയ അറിവിനെ മുൻനിർത്തി അയാൾ പാണ്ഡവ സൈന്യത്തിന്റെ സംവിധാനം നടത്തുന്നു. ദ്രോണാചാര്യർ ഈ യുദ്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തുനിയാതെ ജാഗരൂകനായിരിക്കണമെന്ന് ഉദ്ദേശിച്ചാണ് ദുര്യോധനൻ ദ്രോണാചാര്യന്റെ ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയത്. ദ്രോണാചാര്യരുടെ ശിഷ്യരുമായുള്ള പാണ്ഡവരുമായുള്ള യുദ്ധത്തിലും ഇതുപോലുള്ള ദാക്ഷിണ്യം കാണിക്കരുതെന്നാണ് ദുര്യോധനൻ ഇവിടെ വ്യക്തമാക്കുന്നത്. വിശിഷ്യ അർജുനൻ അദ്ദേഹത്തിന്റെ പ്രിയങ്കരനും ബുദ്ധിശാലിയുമായ ശിഷ്യനാണല്ലോ. അത്തരം ഒരു ദയാദാക്ഷീണം പരാജയത്തിലെ കലാശിക്കൂ എന്ന് ദുര്യോധനൻ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നു. എന്നിട്ട് ആചാര്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹം യാതൊരു തരത്തിലും നമസ്കരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് അദ്ദേഹത്തിന് തലകുനിക്കുകയോ ചെയ്യാതെ ആചാര്യനോട് പറയാണ്, പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ. അല്ലയോ ആചാര്യ, നോക്കൂ, ആ അവിടെ നിൽക്കുന്ന ഏതാം, അതാണ് ഇവിടെ നിൽക്കുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ആ പാണ്ഡുപുത്രന്മാരുടെ പാണ്ഡവരുടെ മഹതീം ചമും പശ്യ, മഹത്തായ ആ സേനയെ അങ്ങ് നോക്കൂ. അല്ലെ, കണ്ടിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാണ് അവിടെ വരുന്നത്, അവരുടെ യോഗ്യതകൾ എന്താണ്, എല്ലാ കാര്യത്തിനെയും കുറിച്ചിട്ട് ദുര്യോധനനേക്കാളും കൂടുതൽ ആർക്കറിയാം? ദ്രോണാചാര്യനറിയാം. എന്നാൽ ഇവിടെ വിഡ്ഢിയായിട്ടുള്ള അല്ലെങ്കിൽ തന്റെ ശത്രുക്കളെ കണ്ട് അല്പം ഭയാശങ്കകളെല്ലാം വന്ന് ഒരു ചഞ്ചലചിത്തനായിട്ടുള്ള ദുര്യോധനൻ എന്താണ് പറയേണ്ടതെന്നറിയാതെ ആചാര്യനോട് പറയാണ്, മഹതീം ചമൂ, മഹത്തായ സേനയെ. ഒരിക്കലും ഒരു രാജാവ്, ഒരു ക്ഷത്രിയൻ അല്ലെങ്കിൽ ഒരു വീരശൂര പരാക്രമി, ഒരു യോദ്ധാവ് മറുസൈന്യത്തെ, ശത്രു സൈന്യത്തെ മഹത്തരം എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല. ആയിരിക്കാം ഒരു പക്ഷെ ഒരിക്കലും എപ്പോഴും നമ്മുടെ സൈന്യം, നമ്മുടെ സത്സംഗം, അല്ലെ, എപ്പോഴും ഞങ്ങളുടെ സത്സംഗമാണ് ഏറ്റവും ശ്രേഷ്ഠം, കുറെ ആളുകളുണ്ട്, ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ് ആണ് നല്ലത്, ഇങ്ങനെയൊക്കെ എപ്പോഴും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം. അപ്പോഴാണ് ഭഗവാൻ തഥാസ്തു പറയുള്ളൂ. ഒരിക്കലും ശത്രു സൈന്യത്തെ ഒരിക്കലും അഭിനന്ദിക്കാൻ പാടില്ല. ഇവിടെ നയതന്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനും ഒക്കെയാണ്, പക്ഷെ ഭയാശങ്കകളോട് കൂടിയിട്ട്. കാരണം ആസുരി സമ്പത്തിന് ഉടമയാണ് ദുര്യോധനൻ. ആസുരി സമ്പത്തിന് ഉടമയായിട്ടുള്ള ആളുകള് എത്ര കേമന്മാരാണെങ്കിലും ചിലപ്പോൾ ഒരു ഭയം, ഒരു ഉൾവിളി അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ, അപ്പൊ അതുകൊണ്ട് ധർമ്മമല്ല ജയിക്കുക,
അച്ഛനും അമ്മയും ആചാര്യരും അതുപോലെ തന്നെ എല്ലാ മഹർഷിമാരും പറഞ്ഞു യഥോ ധർമ്മസ്തോ ജയ. അതുകൊണ്ട് ധർമ്മക്ഷേത്രമായിട്ടുള്ള ഈ ഭൂമിയിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് ധർമ്മമല്ല ജയിക്കുക, എനിക്ക് ജയം ഉണ്ടാവൂ. ഇങ്ങനെ അനേകം ചിന്തകള് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അത് പോരാത്തതിന് അവിടെയുള്ള സർവ്വസൈന്യാധിപന്മാരെയും സൈന്യാധിപന്മാരെയും ഉപസൈന്യാധിപന്മാരെയും മറ്റു യോധപ്രമുഖരെയും എല്ലാം കണ്ടപ്പോ പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലേക്ക് വന്നു. അതുകൊണ്ട് വേഗം ആചാര്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ ആസുര സമ്പത്തിന് ഉടമയായിട്ടുള്ള ദുര്യോധനൻ പറയാ, അങ്ങ് ആ പാണ്ഡവരുടെ സൈന്യത്തെ കാണുന്നില്ലേ, ആ വ്യൂഹത്തെ കണ്ടിട്ടില്ലേ, മഹദീം ചമൂം, ആ മഹത്തായ സൈന്യത്തെ നോക്കൂ, വ്യൂഢാം ദ്രുപദപുത്രേണ, ആ വ്യൂഹത്തിന്റെ ആ ഒരുക്കി നിർത്തിയിട്ടുള്ള സജ്ജമാക്കി നിർത്തിയിട്ടുള്ള വ്യൂഹത്തിന്റെ ഏറ്റവും മുന്നിൽ ആരാണ് നിൽക്കുന്നത്? സർവ്വസൈന്യാധിപനായിട്ട് ദ്രുപദപുത്രനാണ് നിൽക്കുന്നത്. ദ്രുപദ മഹാരാജാവിന്റെ പുത്രനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നൻ, അദ്ദേഹമാണ് പാണ്ഡവരുടെ സർവ്വസൈന്യാധിപൻ. അങ്ങനെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള ആ ദൃഷ്ടദ്യുമ്നൻ അതാ നിൽക്കുന്നു, അങ്ങ് കാണുന്നില്ലേ? കാരണം എന്താണ്? തവ ശിഷ്യേണ ധീമത, അദ്ദേഹം അങ്ങയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയങ്കരനായ ബുദ്ധിശാലിയായ ശിഷ്യനല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ മഹദീം ചമൂം, ചമു അല്ലെ, ചമു എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ യഥാർത്ഥത്തില് സൈന്യം അല്ലെങ്കിൽ സേനാവിഭാഗം എന്നേ അർത്ഥമുള്ളൂ. അക്ഷൗഹിണി സേനയുടെ പകുതിയെയാണ് ചമു എന്ന് പറയുന്നത്. പക്ഷെ ചമു എന്ന് പറഞ്ഞ വിശദമായിട്ടുള്ള ഒരു അർത്ഥം കൂടിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മിലിറ്ററി, അതുപോലെ തന്നെ പട്ടാളക്കാര്, പോലീസുകാർ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ഷന്റെ സമയത്തൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കമ്പനി പട്ടാളം ഇറങ്ങി, ഒരു ബറ്റാലിയൻ പട്ടാളം ഇറങ്ങി, ഒരു ഗ്രൂപ്പ് ഇറങ്ങി, ഒരു പ്ലാറ്റൂൺ ഇറങ്ങി, ഇതെല്ലാം വാർത്തയിൽ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതില് 8 പേരടങ്ങുന്ന അല്ലെങ്കിൽ 10 പേരടങ്ങുന്ന ഒരു ചെറിയ ഒരു ഗ്രൂപ്പിനെയാണ് സ്ക്വാഡ് അല്ലെങ്കിൽ ഒരു ചെറിയ സ്ക്വാഡ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ തന്നെ 4 or 5 സെക്ഷൻ അല്ലെങ്കിൽ സ്ക്വാഡ് ചേരുമ്പോഴാണ് ഒരു പ്ലാറ്റൂൺ ആവുന്നത്. അങ്ങനെ 3-4 പ്ലാറ്റൂണുകൾ ചെല്ലുമ്പോൾ ഒരു ബറ്റാലിയൻ, ഒരു കമ്പനിയായി, 3-4 കമ്പനികൾ ചേരുമ്പോൾ ഒരു ബറ്റാലിയനായി, ഇങ്ങനെയാണ് ഒരു സൈന്യ വിഭാഗം അല്ലെങ്കിൽ ഒരു സേനാ വിഭാഗം പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത്. ഏറ്റവും ചെറിയ സ്ക്വാഡിനെ നിയന്ത്രിക്കുന്നത് സെക്കൻഡ് ലെഫ്റ്റനന്റ് അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സർജന്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ അത് ക്യാപ്റ്റൻ ആയിരിക്കും, അതിന്റെ മുകളിൽ മേജർ ആയിരിക്കും, പിന്നെ മേജർ ജനറൽ, അങ്ങനെ പോകും പദവികൾ. 1 നക്ഷത്രം, 2 നക്ഷത്രം, 3 നക്ഷത്രം, അശോകസ്തംഭവും 1 നക്ഷത്രവും, അശോകസ്തംഭവും 2 നക്ഷത്രവും. എങ്ങനെ നിങ്ങൾ ആ പോലീസുകാരുടെയും അല്ലെങ്കിൽ പട്ടാളക്കാരുടെയും ഷോൾഡറിൽ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ അവരുടെ ചിഹ്നങ്ങളെല്ലാം. ഇതെല്ലാം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചതുരംഗ സേനയിലും ഉണ്ടായിരുന്നു. അവിടെ ഏറ്റവും ചെറിയ സൈന്യത്തെയാണ് പറയുന്നത് പത്തി എന്ന് പറയുന്നത്. പത്തിയുടെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഏകോ രഥോ ഗജശ്ചൈകോ നര പഞ്ചപദായ ത്രയശ്ച തുറകാ സപ്ഞൈ പത്യരിത്യഭിധീയതേ. ഒരു രഥം, ഒരു ആന, 3 കുതിര, 5 കാലാള്, ഇത് അടങ്ങിയിട്ടുള്ള ഒരു സേനാവിഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ഒരു പത്തി എന്ന് പറയുന്നത്. ഇതുപോലത്തെ 3 പത്തികൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു സേനാമുഖം. അതായത് 3 രഥം, 3 ആനകള്, 15 കുതിരകള്, അതുപോലെ തന്നെ 15 കാലാള് അല്ലെ, അതിന്റെ 3 ഇരട്ടി. അതിന്റെ 3 ഇരട്ടിയാണ് ഗുൽമം, അതിന്റെ 3 ഇരട്ടിയാണ് ഗണം, അതിന്റെ 3 ഇരട്ടിയാണ് വാഹിനി, അതിന്റെ 3 ഇരട്ടിയാണ് പ്രധന, അതിന്റെ 3 ഇരട്ടിയാണ് ചമു. ഈ പറഞ്ഞിട്ടുള്ള ചമു ഈ ഒരു സേനാവിഭാഗത്തെ കുറിച്ചാണ്. ഏതിനെ കുറിച്ച്? 729 രഥം, 729 ആന, 2187 കുതിരകള്, 3645 കാലാള്. കാരണം ദുര്യോധനന് മുഴുവൻ കാണാൻ സാധിക്കുന്നില്ല, തൊട്ടടുത്തല്ല, മാത്രമല്ല രഥത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ ആ മുമ്പിലുള്ള ചെറിയൊരു വിഭാഗത്തെ മാത്രമേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. പക്ഷെ നമ്മളൊരു സേനാവിഭാഗം എന്ന് വിചാരിച്ചാൽ മതി. എന്നാലും ചമു എന്നൊരു പദം ഇവിടെ നമ്മുടെ ഓർമ്മയിൽ വന്നപ്പോ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കണ്ട. ഭഗവത്ഗീത വിദ്യാർത്ഥികളല്ല നിങ്ങൾ, സാധാരണക്കാരല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ 3 ചമു ചേർന്നതാണ് ഒരു അനീകിനി, 10 അനീകിനി ചേർന്നതാണ് ഒരു അക്ഷൗഹിണി. ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ 21,870 രഥം, 21,870 ആന,
65,610 കുതിരകള്, 1,09,350 കാലാള്. ഇതെല്ലാം ചേർന്നതാണ് ഒരു അക്ഷൗഹിണി. ഇതുപോലത്തെ 7 അക്ഷൗഹിണി ആർക്കുണ്ടായിരുന്നു? പാണ്ഡവർക്കുണ്ടായിരുന്നു. ചേകിദാനൻ, ദ്രുപദൻ, വിരാട മഹാരാജാവ്, സാത്യകി, ദൃഷ്ടകേതു, ശിഖണ്ഡി, ആ മഗധയിലെ ജരാസന്ധന്റെ പുത്രനായിട്ടുള്ള സഹദേവൻ, ഇവരായിരുന്നു ഈ 7 അക്ഷൗഹിണി സേനയെയെല്ലാം നയിച്ചിരുന്നത് സൈന്യാധിപന്മാര്. കൗരവർക്ക് എത്ര പേരുണ്ടായിരുന്നു? 11 അക്ഷൗഹിണി സേന. അപ്പൊ അവർക്ക് 11 സൈന്യാധിപൻ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? ദ്രോണാചാര്യര്, കൃപാചാര്യര്, ത്രിഗർത്തൻ, ശല്യൻ, അശ്വത്ഥാമാവ്, ബാൽഹീകൻ, ഭൂരിശ്രവസ്, സുദക്ഷിണൻ, കൃതവർമാവ്, ജയദ്രഥൻ, ശകുനി. ഇവരായിരുന്നു 11 സൈന്യാധിപന്മാര്. ഇവരെല്ലാം നിയന്ത്രിക്കാനായിട്ട് സർവ്വസൈന്യാധിപനായിട്ടുള്ള നമ്മുടെ ഭീഷ്മ പിതാമഹനും. ഇങ്ങനെയാണ് ഇവിടെ ആ സേനാവിഭാഗം. അങ്ങനെ മഹത്തായിട്ടുള്ള സേനാവിഭാഗത്തെ അങ്ങ് കാണുന്നില്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോ ദൃഷ്ടദ്യുമ്നൻ, അതുപോലെ തന്നെ ദൃഷ്ടദ്യുമ്നന്റെ പേര് പറയാതെ വ്യൂഢാം ദ്രുപദപുത്രേണ, ദ്രുപദപുത്രനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നനെ അങ്ങ് കാണുന്നില്ലേ? ദൃഷ്ടദ്യുമ്നന്റെ പേര് പറയുന്നില്ലേ ഇവിടെ? കാരണം അതിന് പിന്നില് വളരെ വലിയൊരു കഥയുണ്ട്, പരസ്പര വിരോധത്തിന്റെ കഥ. അതായത് ആശ്രമത്തിലെ പൂജയും ജപവും എല്ലാം ചെയ്ത് നടക്കേണ്ട ഒരു വ്യക്തി ഇവിടെ ആയുധം കയ്യിലേന്തിയിട്ട് പരശുരാമനെ പോലെ അല്ലെ ക്ഷത്രിയന്മാരുടെ ഹിംസ നടത്താനായിട്ട് വന്നിരിക്കുന്നു. ആ ബ്രാഹ്മണത്തിന്റെ ആ ഒരു സവർണത്തിന്റെ ആ മേലങ്കി മാറ്റി നിർത്തിയിട്ട് ഇവിടെ ഒരു രജോഗുണ ബാധിതനായിട്ട് ഇവിടെ ക്ഷത്രിയനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഉണ്ടച്ചോറിന് നന്ദി കാണിക്കാനായിട്ട് വരുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത, അല്ലയോ ആചാര്യ നോക്കൂ, അസർവ സൈന്യാധിപനായിട്ട് നിൽക്കുന്നത് അങ്ങയുടെ ബുദ്ധിമാനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നനല്ലേ, ദ്രുപദപുത്രനല്ലേ? അങ്ങ് നോക്കൂ, അങ്ങേക്കൊരു ചെറിയ തെറ്റുപറ്റിയിരിക്കുന്നു അല്ലെ. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, 55 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ സഹോദരന്മാരും അവിടെ കൂടിയിരുന്ന എല്ലാവരും കൂടി അങ്ങയോട് അഭ്യർത്ഥിച്ചിരുന്നു, ദൃഷ്ടദ്യുമ്നനെ ഒഴിവാക്കൂ, അദ്ദേഹത്തിന് ഒരിക്കലും ശിഷ്യനായിട്ട് സ്വീകരിക്കരുത്, അപകടമാണെന്ന്. അങ്ങ് ദയാമനസ്കനായിട്ടുള്ള അങ്ങ് അതെല്ലാം അന്ന് അവഗണിച്ചു. അതിന്റെ പരിണത ഫലമാണ് ഇന്ന് അങ്ങ് അനുഭവിക്കാൻ പോകുന്നത്. അങ്ങനെ താങ്കളുടെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള, താങ്കളിൽ നിന്ന് എല്ലാ വിദ്യകളും സ്വായത്തമാക്കിയിട്ടുള്ള അദ്ദേഹം അതാ അങ്ങയോട് എതിരിടാനായിട്ട് നിൽക്കുന്നു. അദ്ദേഹം മാത്രമല്ല, പാണ്ഡവരും അല്ലെ, ഇവിടെ ഉള്ള സകല വ്യക്തികളും, ഭൂരിഭാഗം ആളുകളും ഇവിടെ ദ്രോണാചാര്യരുടെ ശിഷ്യന്മാരാണ്. അപ്പൊ അതിന്റെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾക്കറിയാം, ദേവന്മാരുടെ ഗുരുവാണ് ആര്? ബൃഹസ്പതി. അദ്ദേഹം 3 വിവാഹം കഴിച്ചു, ശുഭ, താര, മമത. അങ്ങനെ മമതയിൽ നിന്ന് ഭരദ്വാജ മഹർഷി ഉണ്ടായി. വളരെ ശ്രേഷ്ഠനായിരുന്നു ഭരദ്വാജ മഹർഷി. ഭരദ്വാജ മഹർഷിയെ കുറിച്ചിട്ട് നിങ്ങൾ ഇതിഹാസ പുരാണങ്ങളിലെല്ലാം കേൾക്കും. മഹാഭാരതത്തിലുമുണ്ട് അദ്ദേഹം, അതുപോലെ തന്നെ രാമായണത്തിലുമുണ്ട്. രാമായണത്തിൽ ഇവർ വനവാസ സമയത്ത് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ അവിടെ കഴിയുകയും അത് കഴിഞ്ഞ് 14 വർഷത്തെ വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വീണ്ടും അവിടെ താമസിക്കുകയും ചെയ്യുന്ന കഥയെല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു മഹർഷിയാണ് ഭരദ്വാജ മഹർഷി. അങ്ങനെ ഭരദ്വാജ മഹർഷിക്ക് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി, തന്റെ പിതാവായിട്ടുള്ള ബൃഹസ്പതി വേദശാസ്ത്ര പുരാണങ്ങളും വേദങ്ങളും വേദാംഗങ്ങളും വേദാന്തവും എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീയും ഇതുപോലെ തന്നെ ശ്രേഷ്ഠനാവൂ, നീയും അവിടെ വലിയൊരു ആശ്രമമെല്ലാം സൃഷ്ടിച്ച് അനേകം ശിഷ്യന്മാരെയെല്ലാം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. ശരി, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് ഭരദ്വാജ മഹർഷി അവിടെ ഒരു ആശ്രമമെല്ലാം ഉണ്ടാക്കിയിട്ട് അവിടെ അനേകം ശിഷ്യന്മാരെയെല്ലാം സ്വീകരിച്ച് യാഗങ്ങളും യജ്ഞങ്ങളും പൂജാതി കർമ്മങ്ങളും അധ്യയനമെല്ലാം നടത്താനായിട്ട് ആരംഭിച്ചു. അനേകം ശിഷ്യന്മാരെല്ലാം പല ദിക്കിൽ നിന്നും വന്നു ചേർന്നു. ഇങ്ങനെ പഠിക്കുന്നതോടൊപ്പം തന്നെ യാഗങ്ങളും യജ്ഞങ്ങളും, കാരണം മഹർഷിമാരുടെ ഏറ്റവും വലിയ ഒരു വിനോദം, അല്ലെങ്കിൽ വിനോദം എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്വധർമ്മമായിരുന്നു യാഗങ്ങളും യജ്ഞങ്ങളും തപസ്യകളുമെല്ലാം. അങ്ങനെ അദ്ദേഹം പല പല യാഗങ്ങളെല്ലാം ചെയ്യാനായിട്ട് ആരംഭിച്ചു. ആ സമയത്ത് ദേവലോകത്തുള്ള ദേവേന്ദ്രൻ, ആ ശചീദേവിയുടെ ഭർത്താവായിട്ടുള്ള ദേവേന്ദ്രന് ഇരിക്കപ്പുറതിയില്ലാണ്ടായി. എന്താ കാരണം? ആ കാലഘട്ടത്തില് നമ്മുടെ ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ പോലെ അല്ലെങ്കിൽ ഓരോ
പാർലമെന്റിലും അതുപോലെ തന്നെ അസംബ്ലിയിലുമെല്ലാം നടത്തുന്ന ഒരു എലക്ഷൻ പോലെ ദേവലോകത്തും എലക്ഷൻ നടക്കാറുണ്ട്. കാരണം ഈ ബ്രഹ്മാവ്, അതുപോലെ തന്നെ സപ്തർഷികള്, അഗ്നിദേവൻ, ദേവേന്ദ്രൻ, അഷ്ടവസുക്കള് എല്ലാം പദവികളാണ്. നമ്മുടെ പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രി, രാഷ്ട്രപതി, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന പോലെ ഇതെല്ലാം പദവികളാണ്. എപ്പോ വേണമെങ്കിലും മാറാം. ഓരോ മന്വന്തരങ്ങളിലും പല പല സപ്തർഷികളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ആശയക്കുഴപ്പം വരും. അതുപോലെ തന്നെ മനുക്കളെയും നിങ്ങൾക്ക് മാറും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അതുകൊണ്ടൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തെറ്റല്ല, മറിച്ച് ഓരോ കാലഘട്ടത്തിലും ഓരോ സപ്തർഷികളും ഓരോ ദേവേന്ദ്രനും ഓരോ മനുക്കളുമാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയക്കുഴപ്പം മാറും. ഇപ്രകാരം ഇപ്പോഴത്തെ ദേവേന്ദ്രന് ഭയം ജനിച്ചു. കാരണം ആരാണോ 100 മഹായാഗങ്ങൾ ചെയ്യുന്നത്, അവൻ ശതക്രതു എന്ന പേരില്, 100 ക്രതു മഹായാഗം, മഹായാഗങ്ങൾ 100 ചെയ്തു കഴിഞ്ഞാൽ അവൻ ശതക്രതു എന്ന പദവിയിലേക്ക് ഉയരുകയും അപ്പോഴുള്ള ദേവേന്ദ്രനെ സ്ഥാനഭ്രഷ്ടനാക്കി ഇദ്ദേഹത്തിന് പുതിയ ദേവേന്ദ്രനാവാനുള്ള സകല യോഗ്യതകളുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഭരദ്വാജ മഹർഷി 90, 91, 92, 93, 95 യാഗങ്ങളൊക്കെ ആയപ്പോ ദേവേന്ദ്രൻ ഇങ്ങനെ വിറയ്ക്കാനായിട്ട് ആരംഭിച്ചു, പേടി കൊണ്ട്. അയ്യോ, എന്റെ കസാര പോവും, എന്റെ അധികാരം പോവും, എന്റെ സുഖഭോഗങ്ങൾ പോകും, രംഭ, മേനക, ഉർവശി, തിലോത്തമ ഇവരെ എനിക്ക് നഷ്ടപ്പെടും, സുരാപാനവും സോമരസവും എനിക്ക് നഷ്ടപ്പെടും, അമൃത നഷ്ടപ്പെടും, അല്ലെ? അധികാരത്തിന് എല്ലാവരും ഭയപ്പെടും, മനുഷ്യരായാലും ദേവന്മാരായാലും രാക്ഷസന്മാരായാലും. ഇങ്ങനെ അദ്ദേഹം യാഗം മുടക്കുവാനുള്ള പല പല മാർഗങ്ങള് അദ്ദേഹം ആലോചിച്ചു. ആദ്യം തന്നെ രംഭ, മേനക, ഉർവശി, തിലോത്തമ തുടങ്ങിയുള്ള സുന്ദരികളെ അദ്ദേഹം പറഞ്ഞയച്ചു. അങ്ങനെ ഭരദ്വാജ മഹർഷിയുടെ മുൻപിൽ ഇവർ കുറെ ഐറ്റം ഡാൻസും കഥകളിയും ഭരതനാട്യം കളിച്ചു. മഹർഷി പറഞ്ഞു, പെണ്ണുങ്ങളെ വേഗം പോയിക്കോളൂ ഇവിടുന്ന്. ആരാണ് നിങ്ങളെ പറഞ്ഞയച്ചത്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? എനിക്കറിയാം. ഞാൻ നിങ്ങളെ പൂച്ചകളും കുരങ്ങന്മാരും അല്ലെങ്കിൽ കഴുതകളുമാക്കി മാറ്റും, അല്ലെങ്കിൽ ഒരു പിടി ചാരമായിട്ട് മാറും. വേഗം തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. പേടിച്ച് അവര് മഹർഷിയെ നമസ്കരിച്ച് ആ വന്ന വഴിയില് പുല്ല് പോലും മുളയ്ക്കാതെ ഓടി രക്ഷപ്പെട്ടു അവിടുന്ന്. അത് കഴിഞ്ഞ് ഈ വിവരമെല്ലാം ദേവേന്ദ്രനെ അറിയിച്ചു. ഞങ്ങൾ ഇനി പോവില്ല, അദ്ദേഹം ചിലപ്പോൾ ഞങ്ങളെ ശപിച്ച് മൃഗങ്ങളാക്കി മാറ്റും എന്നെല്ലാം പറഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? അവിടെ അതാ 95 കഴിഞ്ഞു, 96 കഴിഞ്ഞു, 97 ഇനി വെറും 3 യാഗങ്ങൾ കഴിഞ്ഞാൽ തന്റെ പദവി നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ബ്രഹ്മദേവനോട് പറഞ്ഞിട്ട് ഏറ്റവും സുന്ദരികളായിട്ടുള്ള ആ സ്ത്രീകളുടെ അവരുടെ എല്ലാം ഓരോ ഭാഗങ്ങൾ എടുത്ത്, ചുണ്ടുകളും കണ്ണുകളും മൂക്കും എല്ലാം എടുത്ത് അതുപോലെ ഭാവന ചെയ്തിട്ട് ഗൃധാജി എന്ന് പറഞ്ഞിട്ട് ഒരു അപ്സരസനെ സൃഷ്ടിച്ചു. അപ്സരസനെ സൃഷ്ടിച്ചിട്ട് വിശ്വകർമാവ് സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവിന് പോലും ചെറിയൊരു ആസക്തി അവളിലുണ്ടായി. അത്രയും സുന്ദരിയായിരുന്നു അങ്കലാവണ്യം. അങ്ങനെ ഗൃധാജിയോട് പറഞ്ഞു, ഗൃധാജി, നീ അവിടെ ബൃഹസ്പതിയുടെ പുത്രനായിട്ടുള്ള ഭരദ്വാജ മഹർഷി തപസ് ചെയ്യുന്നുണ്ട്, തപസ് ഇളക്കിയിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗൃധാജി, ശരി അങ്ങനെ തന്നെ ആകട്ടെ, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് മഹർഷിയുടെ ആശ്രമത്തിന്റെ പരിസരത്ത് വേറൊരു ആശ്രമം സൃഷ്ടിച്ച് അവിടെ മഹർഷി എപ്പോഴെങ്കിലും എന്റെ ഊഴം വരുമെന്ന് വിചാരിച്ച് കാലതാമസത്തിന് കാത്തു നിൽക്കാതെ അവിടെ മഹർഷിയെ വീക്ഷിക്കുവാനായിട്ട് തുടങ്ങി. മഹർഷിയും ശ്രദ്ധിക്കുന്നുണ്ട്, അതിസുന്ദരിയായിട്ടുള്ള ഒരു ഗന്ധർവശ്രീ അപ്സരസ് വന്ന് ഇവിടെ താമസിക്കുന്നുണ്ട്. എന്തായിരിക്കും അവളുടെ ഉദ്ദേശം അറിയുന്നില്ല, ശല്യമൊന്നും ചെയ്യുന്നില്ല. ശരി, അവിടെ താമസിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം ഭരദ്വാജ മഹർഷി യാഗവും യജ്ഞങ്ങളും ഹോമങ്ങളും എല്ലാം കഴിഞ്ഞ് അങ്ങനെ വെണ്ണീറും അതുപോലെ തന്നെ അഴുക്കുമെല്ലാമായി അങ്ങനെ കുളിക്കാനായിട്ട് ഗംഗാ നദിയിലേക്ക് പോകുന്ന സമയത്ത് ആണ് ആര് കുളിച്ചുകൊണ്ടിരിക്കുന്നത്? ഗൃധാജി കുളിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഇടുത്തി വീണു, അല്ലെ? പെട്ടെന്ന് ദർശിച്ചു, കാണാൻ പാടില്ലാത്ത ആ അർദ്ധനഗ്നയായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണനഗ്നയായിട്ടുള്ള സ്ത്രീയുടെ ദേഹമെല്ലാം ഒന്ന് ദർശിക്കാനായിട്ട് ഇടയായി. ഇത്രയും വർഷം ആ ബ്രഹ്മചാരിയായിട്ട്, അല്ലെ, സ്ത്രീകളുടെ മുഖത്ത് പോലും നോക്കാതെ സ്പർശിക്കാതെ അദ്ദേഹം യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാം ചെയ്തിട്ട് അതിന്റെ ഏറ്റവും മൂർച്ചയിലേക്ക്, ഏറ്റവും അവസാനത്തിലേക്ക്, പരിസമാപ്തിയിലേക്ക് പോകുകയാണ്. ശരി, അദ്ദേഹം നിയന്ത്രിച്ചു. ഇവള് കുളി കഴിഞ്ഞു പോകുന്നത് വരെ കാത്തു നിൽക്കാമെന്ന് വിചാരിച്ചു. വേഗം മഹർഷിയെ കണ്ട ഉടനെ തന്നെ ഗൃധാജി വേഗം കിട്ടിയ വസ്ത്രങ്ങളെല്ലാം വാരി വലിച്ച് പുതച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചു. മഹർഷിയുടെ മുന്നിലോട്ട് പോകുന്ന സമയത്ത് ഏതോ ഒരു ചെടിയിൽ ഉടക്കിയിട്ട്, ഒരു മുള്ളിൽ ഉടക്കിയിട്ട് ആ അംഗവസ്ത്രമെല്ലാം പെട്ടെന്ന് മാറിപ്പോയി. ആ മഹർഷിയുടെ മുന്നില് പൂർണ്ണനഗ്നയായിട്ട് ഗൃധാജി പ്രത്യക്ഷപ്പെട്ടു.
ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. തന്റെ കാമക്രോധങ്ങളെല്ലാം പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് വിസർജിക്കാനായിട്ട് ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ആ രേതസ് ബീജം അവിടെ വിസർജിച്ചു കൗബീനത്തില്. അദ്ദേഹത്തിന് വളരെയധികം ദുഃഖം തോന്നി, അല്ലെ? 10-50 വർഷങ്ങൾ ഞാൻ ഇങ്ങനെ തപസ്സും യാഗങ്ങളതെ അതിന്റെ മൂർധന്യാവസ്ഥയിലെത്താതെ എനിക്കതാ പതനം സംഭവിച്ചിരിക്കുന്നു, എന്റെ മനസ്സ് ശരിയല്ല, ഞാൻ തപസ് അനുഷ്ഠിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് തന്റെ അടിവസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഗംഗയിൽ സ്നാനം ചെയ്ത് ശുദ്ധിയായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ഇവിടെ തപസ് അനുഷ്ഠിക്കാൻ പോകുകയാണ്, കുറച്ചു നാൾ കഴിഞ്ഞിട്ടേ വരള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആകാശവാണി ഉണ്ടായി, അലയോ ഭരദ്വാജ മഹർഷി, വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുത്രൻ അങ്ങയുടെ ബീജത്തിൽ നിന്നുണ്ടാവും, ദയവ് ചെയ്തിട്ട് അതിനെ ഉപേക്ഷിക്കരുതേ, താങ്കളുടെ ഇത്രയും വർഷത്തെ പുണ്യം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഭരദ്വാജ മഹർഷി അതൊന്നും കേൾക്കാതെ തപസ് അനുഷ്ഠിക്കാനായിട്ട് പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള അകൃതവ്രണ മഹർഷിയും അതുപോലെ തന്നെ അഗ്നിവേശ മഹർഷിയും എല്ലാം ഇത് കേട്ടു. അവരെ ഓടി വന്നിട്ട് ഈ കൗബീനം എടുത്തിട്ട് ഒരു ദ്രോണത്തിൽ, ഒരു കുടത്തിന്റെ പോലെ അഭിഷേക കർമ്മങ്ങൾക്കും അതുപോലെ തന്നെ പൂജാദ്രവ്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന കുടത്തിന്റെ ആകൃതിയിലുള്ള ആ ദ്രോണത്തിൽ ശേഖരിച്ച അതില് പല പല ഔഷധങ്ങളും അതിൽ നിറച്ചു വെച്ചു. നെയ്യ്, അതുപോലെ തന്നെ തിപ്പല്, പിന്നെ പച്ചക്കർപ്പൂരം, അഖില്, രാമച്ചം തുടങ്ങിയിട്ടുള്ള സകല പൂജാദ്രവ്യങ്ങളും അതില് നിറച്ച് അടച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി, ചിലപ്പോൾ ഇതില് വളർച്ചയുണ്ടാവും. ഈ ബീജത്തെ നമ്മൾ ഇന്നത്തെ ടിഷ്യൂ കൾച്ചർ എന്നോ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ ബീജത്തെ അവിടെ സംരക്ഷിച്ചു വെച്ചു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ആ കുടത്തിൽ നിന്ന്, ദ്രോണത്തിൽ നിന്നും കുടം പൊട്ടിയിട്ട് ഒരു കുട്ടി പുറത്തേക്ക് വന്നു. അവൻ കുടത്തിൽ നിന്ന്, ദ്രോണത്തിൽ നിന്ന് ജനിച്ചതായതുകൊണ്ട് എല്ലാവരും അവൻ എന്ത് പേരിട്ടു? ദ്രോണൻ എന്ന് പേരിട്ടു. അങ്ങനെ അഗ്നിവേശ മഹർഷിയും അകൃതവ്രണ മഹർഷിയുമെല്ലാം ഈ ധനുർവേദത്തിന്റെയും വേദശാസ്ത്ര പുരാണങ്ങളുടെയും എല്ലാം ബാലപാഠങ്ങള് ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ കുട്ടി പതുക്കെ വളർന്ന് വലുതാവാനായിട്ട് ആരംഭിച്ചു. മറ്റു മഹർഷിമാരും അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ സമയത്താണ് തപസ്സെല്ലാം ചെയ്ത് മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് നമ്മുടെ ഭരദ്വാജ മഹർഷി വീണ്ടും ആശ്രമത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്. അങ്ങയുടെ ബീജത്തിൽ നിന്ന് അങ്ങ് ഉപേക്ഷിച്ചു പോയല്ലോ, അതിൽ നിന്നൊരു കുട്ടിയിട്ടുണ്ടായിട്ടുണ്ട്, ദ്രോണൻ എന്നാണ് പേര്, കുട്ടി വളർന്നു വലുതായിരിക്കുന്നു, ഇനി അങ്ങ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഗുരുകുലമെല്ലാം സ്ഥാപിച്ച് വീണ്ടും തന്റെ പുത്രന് ഈ ധനുർവേദവും മറ്റു വേദാംഗ ശാസ്ത്രങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഭരദ്വാജ മഹർഷി വീണ്ടും ഗുരുകുലമെല്ലാം ആരംഭിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് അനേകം രാജാക്കന്മാരുടെയും ക്ഷത്രിയന്മാരുടെയും പ്രഭുക്കന്മാരുടെയും എല്ലാം മക്കള് അവിടെ പഠിക്കാനായിട്ട് വന്നു. ആ സമയത്ത് പാഞ്ചാല ദേശം, ദ്രുപദ ദേശം, 5 മഹാരാജ്യങ്ങൾ ചേർന്നതാണ് പാഞ്ചാലം. 5 മഹത്തായിട്ടുള്ള രാജ്യങ്ങൾ ചേർന്നത്. ഉത്തര പാഞ്ചാലമെന്നും ദക്ഷിണ പാഞ്ചാലമെന്നും അതിന്റെ നടുവിൽ കൂടെ ഒരു ഗംഗാനദി ഒഴുകുന്നത് കൊണ്ട് അതിനെ 2ആയിട്ട് മുറിച്ചിരിക്കുന്നു. ഏകദേശം ഉത്തർപ്രദേശത്തിന്റെ ഒരു കാൽഭാഗവും ഉത്തരാഖണ്ഡിന്റെ കാൽഭാഗവും ചേർന്നതാണ് ഈ പാഞ്ചാലം എന്നറിയപ്പെടുന്ന നാട്ടുരാജ്യം. അങ്ങനെ പാഞ്ചാല രാജ്യം ആ സമയത്ത് ഭരിച്ചിരുന്നത് പ്രഷദ മഹാരാജാവായിരുന്നു. അദ്ദേഹത്തിന് മക്കളില്ലാതെ യാഗമെല്ലാം നടത്തിയിട്ട് ആ യജ്ഞത്തിന്റെ അവസാനത്തിൽ ഒരു കുട്ടി ജനിച്ചു. അവന് യജ്ഞസേനൻ എന്ന് പേരിട്ടു. അവനാണ് നമ്മുടെ ദ്രുപദ മഹാരാജാവ്. അങ്ങനെ എല്ലാ പാഞ്ചാലദേശത്തെ രാജാക്കന്മാരെയും ദ്രുപദൻ എന്നാണ് പേര് കൊടുക്കാറ്. കാരണം ധ്രുവൃക്ഷം ഇത് ധ്വജചിഹ്നം ദ്രുപദ. അവരുടെ ആ ധ്വജചിഹ്നം എന്താണ്? ധ്രുവൃക്ഷമാണ്. അതുകൊണ്ട് വൃക്ഷം കൊടിയടയാളമുള്ള ഏത് രാജാക്കന്മാരെയും ദ്രുപദൻ എന്നാണ് പേര് പറയുന്നത്. നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോരോ ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് സൂര്യവംശ രാജാക്കന്മാർക്ക് സൂര്യന്റെ, ചന്ദ്രവംശ രാജാക്കന്മാർക്ക് ചന്ദ്രന്റെ, അല്ലെ? നമ്മുടെ ദുര്യോധനൻ നാഗധ്വജൻ നാഗത്തിന്റെയാണ്, കപിധ്വജൻ അർജുനൻ കപിധ്വജനാണ്. അങ്ങനെ കുറെ കൊടിയടയാളങ്ങൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ വൃക്ഷത്തിന്റെ കൊടിയടയാളമാണ് നമ്മുടെ ദ്രുപദ മഹാരാജാവ്. അങ്ങനെ പ്രഷദന്റെ പുത്രനായിട്ടുള്ള യജ്ഞസേനൻ ചെറിയ കുട്ടിയായിരുന്നു. പ്രഷദ മഹാരാജാവ് പറഞ്ഞു, ഉണ്ണി, നീ ആ ബൃഹസ്പതിയുടെ പുത്രനായിട്ടുള്ള ഭരദ്വാജ മഹർഷി അവിടെ ആശ്രമത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, നീ പോയിട്ട് വീരശൂര പരാക്രമിയായിട്ട് നീ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യതയാവുന്നത് വരെ അവിടെ പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ശരി പിതാവേ എന്ന് പറഞ്ഞ് ഈ ഇവിടെ ആശ്രമത്തിൽ ഗുരുകുലത്തിൽ വന്ന് ചേർന്നു. അങ്ങനെ സ്വന്തം പുത്രനായിട്ടുള്ള
ഈ ദ്രോണനും അതുപോലെ തന്നെ ഈ പ്രഷദ മഹാരാജാവിന്റെ പുത്രനായിട്ടുള്ള യജ്ഞസാനനും പെട്ടെന്ന് കുറച്ച് ദിവസങ്ങളെ കൊണ്ട് സഹപാഠികളായിട്ട് തീർന്നു. ഒരേ പായലിൽ കിടക്കുക, ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചങ്കുകളായിട്ട് മാറി. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കായി. അങ്ങനെ ഇവര് രാത്രിക്കും കിടന്നുറങ്ങുമ്പോൾ വർത്താനം പറയും, കഥകൾ പറയും, കൊട്ടാരത്തിലത്തെ കാര്യങ്ങൾ പറയും. ഇവിടെ ദ്രോണൻ ഇവിടുത്തെ ആശ്രമത്തിലത്തെ കഥകളൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ കരുതും. അങ്ങനെ ഏകദേശം ആ വിദ്യാഭ്യാസമെല്ലാം സമാവർത്തനം ചെയ്യാറായി. വിദ്യാഭ്യാസം പൂർത്തിയായി ഗുരുദക്ഷിണ കൊടുത്തിട്ട് പോകേണ്ട സമയമായി. അപ്പോൾ നമ്മുടെ യജ്ഞസേനൻ പറഞ്ഞു, ദ്രുപദ മഹാരാജാവ് പറഞ്ഞു, ദ്രുപദൻ പറഞ്ഞു, അല്ലയോ ഉണ്ണി, കൂട്ടുകാരാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ വളരെ ശ്രേഷ്ഠനായിട്ട് മാറിയിരിക്കുന്നു. നീ ഞങ്ങളുടെ അധ്യാപകന്റെ, നിന്റെ അച്ഛനാണ്, പക്ഷെ ആചാര്യഭാവത്തുള്ള അദ്ദേഹത്തിന്റെ ആ എല്ലാ അറിവും നിനക്ക് ലഭിച്ചിരിക്കുന്നു. നീ വളരെ കേമനായിരിക്കുന്നു. നിന്നെ പോലുള്ള ഒരു ആചാര്യൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, നിന്നെ പോലുള്ള ഒരു സുഹൃത്ത് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ രാജ്യം എനിക്ക് സുഖമായിട്ട് ഭരിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിന്നോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. എപ്പോഴെങ്കിലും എൻ്റെ അച്ഛൻ മരിച്ച് പ്രഷദ മഹാരാജാവ് ഭരിച്ചിട്ട് യജ്ഞസേനനാണ് ഇപ്പോഴത്തെ മഹാരാജാവ് എന്ന് കേൾക്കുകയാണെങ്കിൽ നീ വേഗം തന്നെ പാഞ്ചാല രാജ്യത്തേക്ക് വരണം, കാമ്പില്യത്തിലേക്ക് വരണം. അവിടെ ഞാനുണ്ടാവും. നിന്നെ ഞാൻ ആചാര്യനായിട്ട്, എൻ്റെ പുരോഹിതനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രധാനമന്ത്രിയായിട്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെയും എൻ്റെ പേരക്കുട്ടികളുടെയും എല്ലാം ആ ധനുർവിദ്യ പഠിപ്പിക്കാനുള്ള ആചാര്യനായിട്ട് ഞാൻ നിന്നെ നിയമിക്കുന്നു പറഞ്ഞു. അപ്പോ നമ്മുടെ ദ്രോണൻ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല. ഗഹനോ കർമ്മണോ ഗതിഹി, കർമ്മത്തിന്റെ ഗതി ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. നാളെ എന്താണ് സംഭവിക്കുക, നാളെ മനസ്സ് മാറുമോ, അല്ലെ? ആ ദീക്ഷ എടുക്കുന്നത് മുമ്പ് എന്തായിരുന്നു സ്വഭാവം, ദീക്ഷ എടുത്തതിന് ശേഷം എന്താ സ്വഭാവം, ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്, അല്ലെ? എല്ലാവരെയും വെറുക്കും. ചില സമയത്ത് ചിലപ്പോ കൂടെ ഉണ്ടായിരുന്ന കൈപിടിച്ച് കയറ്റിയവരെയെല്ലാം മറക്കും, അവരുടെ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിക്കും. ഇങ്ങനെയായിരിക്കും. ഇല്ലില്ല, അഗ്നിസാക്ഷിയായിട്ട് ഞാനിതാ സത്യം ചെയ്യുന്നു, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല, നിന്നെ ഞാൻ ഒരിക്കലും അപമാനിക്കില്ല, നീയായിരിക്കും പാഞ്ചാല രാജ്യത്തിന്റെ ആ പ്രധാനമന്ത്രി, അവിടുത്തെ ആചാര്യൻ എന്നെല്ലാം പറഞ്ഞ് ആ ബാലന്മാര്, യുവാക്കള്, കൗമാരപ്രായക്കാര്, യുവാക്കളായിട്ടുള്ള കൗമാരപ്രായക്കാര് അങ്ങനെ സത്യം ചെയ്തു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങനെ സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, ഗുരുദക്ഷിണയെല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ദ്രുപദൻ തന്റെ രാജ്യത്തേക്ക് പോയി. ഇവിടെ ഭരദ്വാജ മഹർഷി പറഞ്ഞു ദ്രുപദനോട്, നമ്മുടെ ദ്രോണനോട് പറഞ്ഞു, അല്ലയോ ഉണ്ണി, നീ വളർന്നു വലുതായിരിക്കുന്നു, എല്ലാതും അഭ്യസിച്ചിട്ടുണ്ട്, വിവാഹപ്രായമെല്ലാം എത്തിയിരിക്കുന്നു, വേഗം തന്നെ അനുയോജ്യയായിട്ടുള്ള ഒരു വധുവിനെ കണ്ട് വിവാഹമെല്ലാം കഴിഞ്ഞ് നീയും ഒരു ഗുരുകുലം സ്ഥാപിക്കൂ എന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കൃപാചാര്യരുടെ സഹോദരിയായിട്ടുള്ള കൃപിയെ വിവാഹം കഴിച്ചു. അങ്ങനെ കൃപിയില് അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുന്ദരനായിട്ടുള്ള കുട്ടിയും ജനിച്ചു. കുട്ടി ജനിച്ച സമയത്ത് സാധാരണ കുട്ടികൾ കരയുന്ന പോലെയല്ല കരഞ്ഞത്. ഒരു അശ്വം, ഒരു കുതിര എങ്ങനെയാണ് ചിഹ്നം വിളിക്കുന്നത് അതുപോലെയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ആ കുട്ടിക്ക് അശ്വത്ഥാമാവ് എന്ന പേരിട്ടു. അങ്ങനെ അദ്ദേഹം അവിടെ ഗുരുകുലം സ്ഥാപിച്ച് അവിടെ അനേകം ശിഷ്യന്മാരെയും എല്ലാം സമ്പാദിച്ച് ഈ തന്റെ പുത്രനായിട്ടുള്ള അശ്വത്ഥാമാവിനെയും അവിടെ കൂട്ടിയിട്ട് ജീവിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ അനേകം രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ വളരെ സമ്പന്നരായിട്ടുള്ള ആളുകളുടെയും എല്ലാം മക്കള് അവിടെ വിദ്യാഭ്യാസത്തിനായിട്ട് വന്നു. അവരുടെ കൂടെ ഇദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അശ്വത്ഥാമാവും ചേർന്നു. അങ്ങനെ അവരെല്ലാം കൊട്ടാരത്തിൽ നിന്നും അവരുടെ സമ്പന്നരായിട്ടുള്ള ഹവേലികളിൽ നിന്നെല്ലാം ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. പാലും പാലുൽപ്പന്നങ്ങളും മധുരപലഹാരങ്ങളുമെല്ലാം. അത് നമ്മുടെ അശ്വത്ഥാമാവിന് കൊടുക്കും. അശ്വത്ഥാമാവിന് വീട്ടില് പാവം ദരിദ്രരാണ് ഇവിടെ ദ്രോണാചാര്യര്, ട്യൂഷൻ ഫീസ് ഒന്നും വാങ്ങില്ല, നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും തന്ന മാങ്ങയോ ചക്കയോ നാളികേരമോ എന്തായാലും മതി, അല്ലെങ്കിൽ ഒരു പിടി അരിയായാലും മതി. അങ്ങനെ മഹാബ്രാഹ്മണനായിട്ടുള്ള അദ്ദേഹം ഒന്നും ചോദിച്ചു വാങ്ങാറില്ല. അദ്ദേഹത്തിന്റെ പത്നി ആയിക്കോട്ടെ പേര് പോലെ തന്നെ കൃപയാണ്, എല്ലാവരിലും കൃപയോട് കൂടിയിട്ട് കാണുന്നതാണ്. തന്റെ പുത്രനെ പോലെയാണ് എല്ലാവരെയും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും. അതുകൊണ്ട് അവരും വലിയ വലിയ കാര്യങ്ങളിലൊന്നും തലയിടാൻ പോകാറില്ല. അങ്ങനെ ഇവര് പാലെല്ലാം കുടിച്ചപ്പോ ഈ കുട്ടിക്ക് വളരെ സന്തോഷമായി. അമ്മയോട് പറഞ്ഞു, അമ്മ, എല്ലാവരും പാല് കുടിക്കുന്നുണ്ട്, പാല് കുടിച്ചാൽ ആ ആരോഗ്യം വരുള്ളൂ. ശരീരത്തിന്റെ എല്ലും പല്ലും എല്ലാം വളർച്ചയ്ക്ക് ക്ഷത്രിയ രാജാക്കന്മാർക്ക് പാല് വളരെ അത്യുത്തമമാണ്, അതൊരു സമീകൃത ആഹാരമാണ്. അതുകൊണ്ട് അമ്മ എനിക്ക് ഓരോ ഗ്ലാസ് പാല് എല്ലാ ദിവസവും തരണം എന്ന് പറഞ്ഞു.
അമ്മ ആലോചിച്ചു, പാല് ഉണ്ടാവാൻ പശു വേണം, അല്ലെങ്കിൽ ആട് വേണം, ഒന്നുമില്ല, ഞാൻ എങ്ങനെ ഈ കുട്ടിക്ക് പാലുണ്ടാക്കി കൊടുക്കും? എന്നാലും മകനെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പാവം അമ്മ എന്ത് ചെയ്തു, അവിടെ നിന്നെല്ലാം ഭിക്ഷ യാചിച്ച് കിട്ടിയിട്ടുള്ള കുറച്ച് പച്ചരി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് അരക്കല്ലില് നല്ല പോലെ അരച്ച് അതിൽ വെള്ളമെല്ലാം ചേർത്ത് അതിൽ ഒരു തുള്ളി നെയ്യെല്ലാം ചേർത്ത് അതുപോലെ തന്നെ കുറച്ച് വെണ്ടക്കായുടെയും മറ്റേതിന്റെയും എല്ലാം കൊഴുപ്പെല്ലാം ചേർത്തിട്ട് പാലിനെ പോലെ ആക്കിയിട്ട് ഈ കുട്ടിക്ക് കൊടുത്തു. കുട്ടി അത് പാലാണെന്ന്, കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കൊടുത്തു, മധുരമൊക്കെ ചേർത്ത് കൊടുത്തു. കുട്ടി അത് പാലാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുടിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ദിവസങ്ങളോളം മകനെ ഈ അമ്മ പറ്റിച്ചുകൊണ്ടിരുന്നു. വേറെ മാർഗമില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ കുട്ടികളെല്ലാം ഒരു വിനോദയാത്രയ്ക്ക് തയ്യാറെടുത്തു. അവരെല്ലാവരും പറഞ്ഞു, നമുക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകാം, വനത്തിന്റെ അതിർത്തിയിലേക്ക് പോകാം, പ്രശാന്ത സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്, നമ്മൾ പിക്നിക്കൊക്കെ പോവില്ലേ അതുപോലെ. അങ്ങനെ എല്ലാവരും അവരവരുടെ ആഹാരങ്ങളും അതുപോലെ തന്നെ പഠിക്കാനുള്ള പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം എടുത്ത് അങ്ങോട്ട് പോയി. ആ സമയത്ത് നമ്മുടെ ഉണ്ണി അശ്വത്ഥാമാവ് അമ്മ കൊടുത്തിട്ടുള്ള പാല് ഒരു കലത്തിലാക്കിയിട്ട് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പൊ ആ കുട്ടികളിൽ ഒരു വിദ്വാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരും എല്ലാ ദിവസവും അവരവരുടെ ഭക്ഷണമല്ല കഴിക്കണത്, നമുക്കൊരു വ്യത്യാസം, ഒരു വനഭോജനം അങ്ങോട്ട് നടത്തി കളയാം, നമുക്ക് ഷെയർ ചെയ്യാം അവരവരുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആയിക്കോട്ടെ. അശ്വത്ഥാമാവിനും സന്തോഷമായി, അല്ലെ? മധുര പലഹാരങ്ങളെല്ലാം കഴിക്കാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും അവരവരുടെ ആഹാരങ്ങളെല്ലാം പകുതി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കാനായിട്ട് ആരംഭിച്ചു. അതില് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പ്രഭുവിന്റെ, ഒരു ധനികനായിട്ടുള്ള ഒരു രാജാവിന്റെ മകൻ അശ്വത്ഥാമാവിന്റെ കയ്യിൽ നിന്ന് ആ പാല് വാങ്ങിച്ചു, കുടിച്ചു. ഒരു കവള് കുടിച്ച വഴിക്കുന്ന തൂപ്പി കാലം വലിച്ചെറിഞ്ഞു. വിഡി അശ്വത്ഥാത്മാവേ, പമ്പര വിഡി, നിന്റെ അമ്മ നിന്നെ പറ്റിച്ചിരിക്കുന്നു. ഇത് അരിമാവാണടാ, അരിമാവ്, പാലൊന്നുമല്ല, ഇതാ പാല്, നീ കുടിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പശുവിൻ പാല് കൊടുത്തു. അത് കുടിച്ചപ്പോഴാണ് അമൃത തുല്യമായിട്ടുള്ള, ഇതാണ് പാല്, ഞാൻ ഇന്ന് വരെ കഴിച്ചത് അരിക്കാടി വെള്ളമാണ് എന്നെല്ലാം മനസ്സിലാക്കി കുട്ടി അവിടെ നിന്ന് ഓടി അമ്മയുടെ അരികിലെത്തി. അമ്മേ, നാളെ വൈകുന്നേരം സൂര്യാസ്തമയത്തിന് മുന്നേ എനിക്ക് ശുദ്ധമായിട്ടുള്ള പാല് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഗംഗയിൽ ചാടി ആത്മഹത്യ ചെയ്യും. അങ്ങയുടെ പുത്രനാണ് പറയുന്നത്, സത്യം സത്യം സത്യം. ഇത് കേട്ടതോട് കൂടിയിട്ട് അമ്മ മോഹാത്സ്യപ്പെട്ട് വീണു. തന്റെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലായി. ആ കുട്ടിയെ ഇനി എങ്ങനെ ഇതാക്കും? അവൻ വാക്ക് പറഞ്ഞ വാക്കാണ്, അവൻ അതിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ന് അമ്മയ്ക്കറിയാം. വേഗം തന്നെ തന്റെ ആര്യപുത്രനായിട്ടുള്ള തന്റെ ഭർത്താവായിട്ടുള്ള ദ്രോണാചാര്യരുടെ അടികിലേക്ക് പോയിട്ട് പറഞ്ഞു, ആര്യപുത്ര, നമ്മളെല്ലാവരും മരിക്കാനായിട്ട് തയ്യാറായിക്കോളൂ, വലിയൊരു ഘോര ദുഃഖമാണ് നമ്മളെ വന്നിരിക്കുന്നത്. ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. എന്താ ചെയ്യാ ഇനി? ഞാൻ ഒരു സ്ഥലത്തും ഭിക്ഷ യാചിക്കില്ല, അങ്ങനെയല്ല, ഞാൻ മഹാബ്രാഹ്മണനാണ്, ബൃഹസ്പതിയുടെ പൗത്രനാണ് ഞാൻ എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന്റെ ദുരഭിമാനം, ഒരു പശുവിനെ ആളുകളിൽ നിന്ന് വാങ്ങാനായിട്ട് സമ്മതിച്ചില്ല. അപ്പൊ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ എല്ലാ ദിവസവും എന്നോട് പറയുന്ന ഒരു കഥയുണ്ട്, പ്രഷദ മഹാരാജാവിന്റെ പുത്രനായിട്ടുള്ള ധ്രുപദ മഹാരാജാവിനെ കുറിച്ച്. എന്റെ സുഹൃത്താണ്, എന്തു ചോദിച്ചാലും തരും, അദ്ദേഹം എന്നെ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, ഞാൻ പോവാത്തതാണ് എന്നെല്ലാം പറയും. ഇപ്പോൾ പോകാനുള്ള സമയമായിരിക്കുന്നു ആര്യപുത്ര, വേഗം പോയിട്ട് അങ്ങ് ആ ഒരു പശുവിനെ, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട, നമുക്ക് സ്വർണ്ണ നാണയങ്ങളോ പദവിയോ ഒന്നും വേണ്ട, ഒരു പശു, ആ കറവ ചെയ്യുന്ന ഒരു പശുവിനെ മാത്രം അങ്ങ് ഗോദാനം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയുടെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ മനസ്സോടെ അദ്ദേഹം അവിടെ നിന്ന് പാഞ്ചാല രാജ്യത്തേക്ക്, കാമ്പില്യ നഗരിയിലേക്ക് നടന്നു. അങ്ങനെ ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. വിശപ്പും ദാഹവും ഉണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല അദ്ദേഹം. ആകെ നടന്ന് ചെളിയെല്ലാം പിടിച്ച് ദുർഗന്ധം വമിക്കുന്ന വിയർപ്പിന്റെ നാറ്റത്തോടു കൂടിയിട്ടുള്ള മഹാബ്രാഹ്മണൻ അവിടെ കൊട്ടാരത്തിന്റെ കാവൽക്കാരോട് പറഞ്ഞു, അങ്ങയുടെ രാജാവിനെ എനിക്കൊന്ന് കാണണം, ധ്രുപദ മഹാരാജാവിനെ. അദ്ദേഹത്തിന്റെ സതീർത്ഥ്യനായിട്ടുള്ള, അദ്ദേഹത്തിന്റെ ഗുരുകുലത്തിലെ സുഹൃത്തായിട്ടുള്ള മഹാബ്രാഹ്മണനായിട്ടുള്ള ഭരദ്വാജ മഹർഷിയുടെ പുത്രനായിട്ടുള്ള ആ ദ്രോണൻ വന്നിട്ടുണ്ട് എന്നറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ സേവകരെല്ലാം ഇദ്ദേഹത്തിനെ നോക്കി, ഇങ്ങനെ എല്ലും തോലുമായിട്ട്, അല്ലെ, ഇങ്ങനെ അല്പവസ്ത്രധാരിയായിട്ട് വന്നിരിക്കുന്ന ഇദ്ദേഹം എവിടെ കിടക്കുന്നു, ഞങ്ങളുടെ രാജാവ് എവിടെ കിടക്കുന്നു എന്നെല്ലാം തോന്നി. എന്നാലും ശരി, പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ആ ഒരു രാജാവിനെ ചെന്ന് കണ്ടു. ധ്രുപദ മഹാരാജാവിനോട് പറഞ്ഞു, അങ്ങയുടെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് വളരെ ദൂരയാത്രയിൽ കഴിഞ്ഞിട്ട് ഒരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ട്, ദ്രോണൻ എന്നാണ് പറയുന്നത്, അങ്ങയെ കാണണമെന്ന് പറയുന്നു, എന്തോ ജോലിയുടെ ആവശ്യത്തിനോ എന്തോ ദാനം ചോദിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു.
ഇത് കേട്ടതോടുകൂടി അഹങ്കാരം പിടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മറ്റുള്ള രാജാക്കന്മാരുമായിട്ട് മാത്രം ബന്ധം പുലർത്തിയിരുന്ന വർഷങ്ങൾക്ക് ശേഷം ഈ സുഹൃത്തിനെ അദ്ദേഹം നിരാകരിച്ചു. അവരോട് പറഞ്ഞു, അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുത്തു വിടൂ, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയൂ, എനിക്കിപ്പോ സമയമില്ല, വേറൊരു ദിവസം വരാൻ പറയൂ എന്നെല്ലാം പറഞ്ഞ് അപമാനിച്ചു പറഞ്ഞയച്ചു. ക്ഷത്രിയ രാജാവ് എവിടെ കിടക്കുന്നു? ആ അല്പവസ്ത്രധാരിയായിട്ടുള്ള, നടക്കാൻ പോലും സാധിക്കാതെ, ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, ആ ചെരുപ്പെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുടയെല്ലാം ഇങ്ങനെ കീറിപ്പറഞ്ഞു വരുന്ന അധരിതരനായിട്ടുള്ള ബ്രാഹ്മണ യുവാവ് എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു എന്നെല്ലാം പരിഹാസത്തോട് കൂടിയിട്ട് ആ രാജസദസ്സിൽ പറഞ്ഞതെല്ലാം അതേപടി ഇവിടെ സേവകര് നമ്മുടെ ദ്രോണാചാര്യരോട് വന്ന് പറഞ്ഞു. കേട്ടതോട് കഴിഞ്ഞു. അവിടെ നിന്ന് ഭക്ഷണമോ ഒരു തുള്ളി വെള്ളമോ കുടിക്കാതെ അദ്ദേഹം വീണ്ടും നടന്നു. അയ്യോ, ഇനി പോയിട്ട് എന്ത് പ്രയോജനം? എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പുത്രൻ ആത്മഹത്യ ചെയ്യും. അതിനേക്കാളും നല്ലത് ഞാൻ എവിടെയെങ്കിലും ജീവൻ ഒടുക്കുകയാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറി താമസിക്കാം, എപ്പോഴെങ്കിലും ഒരു പശുവിനെ കിട്ടുമ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞ് നടന്ന് വഴി തെറ്റി അദ്ദേഹം ഹസ്തിനാപുരത്തിന്റെ കൊട്ടാരത്തിന്റെ ഏതോ ഭാഗത്തിലെത്തി. വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം കിടന്നുറങ്ങി. വലിയൊരു ശബ്ദകോലാഹലം കേട്ടിട്ടാണ് അദ്ദേഹം കണ്ണു തുറന്നത്. നോക്കുമ്പോ കുറെ ക്ഷത്രിയ വീര്യന്മാര്, അവര് പറഞ്ഞു, കുട്ടികള്, അവര് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ അപ്പൂപ്പ, ഞങ്ങളുടെ പന്ത് കിണറ്റില് പോയിരിക്കുന്നു, അതെടുത്തു തരുമോ എന്ന് ചോദിച്ചു. ഇവരുടെ ആ വസ്ത്രധാരണവും അതുപോലെ തന്നെ കയ്യിലെ തയമ്പും അതെല്ലാം കണ്ടിട്ട് ക്ഷത്രിയ കുമാരന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നാണമില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാനായിട്ട്, നിങ്ങൾ ക്ഷത്രിയ കുമാരന്മാരല്ലേ, ഒരു പന്ത് കിണറ്റിൽ പോയി അത് തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് പറഞ്ഞു. അയ്യോ, ഞങ്ങളിൽ കിണറിൽ ഇറങ്ങാറില്ല, കിണറിൽ ഇറങ്ങാൻ ഞങ്ങൾക്ക് ഭയമാണ്, അതിൽ പാമ്പും ഇഴജന്തുക്കളും ഉണ്ടാവും. ആര് പറഞ്ഞു കിണറ്റിലിറങ്ങാൻ? കിണറ്റിലിറങ്ങിയിട്ടാണോ ക്ഷത്രിയ രാജകുമാരന്മാരെ പന്തെടുക്കുന്നത്? കൊണ്ടുവരൂ ധനുസ്സും അസ്ത്രങ്ങളും എന്ന് പറഞ്ഞു. അങ്ങനെ ധനുസ്സും അസ്ത്രങ്ങളും എല്ലാം വന്നപ്പോ ഇദ്ദേഹം അവിടെ നിന്ന് തന്റെ കഴിവ് ഉപയോഗിച്ച്, ധനുർവിദ്യ ഉപയോഗിച്ച് ഒന്നിനു പുറകെ ഒന്നായി അസ്ത്രങ്ങൾ അയച്ചൊരു കുട്ട തന്നെ ഉണ്ടാക്കി. ആ കുട്ടയുടെ മുകളിൽ ഓരോ അസ്ത്രങ്ങളും എയ്ത് ഒരു വള്ളി പോലെ ഉണ്ടാക്കിയിട്ട് അതിനെ പതുക്കെ ആ പന്തിനെ മുകളിലോട്ട് എടുത്തു. ഇതെല്ലാം കണ്ട് കുട്ടികൾക്കെല്ലാം അത്ഭുതം വന്നു. അവരാരായിരുന്നു? കൗരവരും പാണ്ഡവരും. ഓടി ഹസ്തിനാപുരം കൊട്ടാരത്തിലേക്ക് എത്തിയിട്ട് ഭീഷ്മ പിതാമഹനും ധൃതരാഷ്ട്ര മഹാരാജാവിനോടും വിതുരരോടും കൃപാചാര്യരോടുമെല്ലാം വിവരം പറഞ്ഞു. ഒരു ബ്രാഹ്മണൻ വന്നെത്തിയിരിക്കുന്നു, അദ്ദേഹം ഇങ്ങനെയാണ് ചെയ്തത്, ഞങ്ങൾക്ക് ഗുരുവായിട്ട് അദ്ദേഹത്തിന് മതി എന്നെല്ലാം പറഞ്ഞു. അവരെല്ലാവരും വേഗം തന്നെ വന്നു ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ആരാണ് താങ്കൾ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ കൃപാചാര്യർക്ക് ആളെ മനസ്സിലായി, കാരണം തന്റെ സഹോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഇതെന്റെ സഹോദരി ഭർത്താവാണ്, ദ്രോണാചാര്യരാണ്. ഇദ്ദേഹം വളരെ ദൂരെയാണ് താമസിക്കുന്നത്. ഭരദ്വാജ മഹർഷിയുടെ പുത്രനാണ്, ധനുർവിദ്യയിലും മറ്റു വേദാന്ത ശാസ്ത്രങ്ങളിലെല്ലാം കേമനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ കഥകളെല്ലാം പറഞ്ഞു. അവര് പറഞ്ഞു, ഒരു പശുവല്ല 100 പശുവിനെ ഞങ്ങൾ തരാം, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ആ പരിവാരങ്ങളെയും കുടുംബത്തിനെയും എല്ലാം ഇങ്ങോട്ട് കൊടുത്തയക്കൂ, അവിടെ ഗുരുകുലത്തിലെ ഏതെങ്കിലും ആചാര്യനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാം, താങ്കളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അവിടെ പാണ്ഡവരുടെയും കൗരവരുടെയും എല്ലാം ആചാര്യനായിട്ട് അന്ന് മുതൽ ദ്രോണാചാര്യരെ അവരോധിച്ചു. അങ്ങനെ വിദ്യകളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. ഗുരുദക്ഷിണ സ്വീകരിക്കേണ്ട സമയമായി. അപമാനഭാരം കൊണ്ട് ഇതുവരയ്ക്കും അദ്ദേഹം ഇങ്ങനെ വെന്തുരുകി നടക്കുകയായിരുന്നു. ഗുരുദക്ഷിണ ചോദിച്ച സമയത്ത് കൗരവരോട് പറഞ്ഞു, എനിക്ക് ദ്രുപദ മഹാരാജാവായിട്ടുള്ള യജ്ഞസേനനെ പിടിച്ചു കെട്ടി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അവര് പോയി തോറ്റു തുന്നം പാടി. കാരണം അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ശിഖണ്ഡി, അതുപോലെ തന്നെ വേറെ പുത്രന്മാരും ഉണ്ടായിരുന്നു, നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. എന്തിന്? ദ്രുപദനും മഹാരഥനായിരുന്നു. അവരുടെ മുന്നില് പിടിച്ചു നിൽക്കാൻ കൗരവ സേനയ്ക്ക് സാധിച്ചില്ല, തോറ്റു വന്നു. അതിന് അടുത്ത ശേഷം ഊഴമാരുടേതാണ്, പാണ്ഡവരുടേതായിരുന്നു. പാണ്ഡവരോട് പറഞ്ഞു പിടിച്ചു കെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അവര് 5 പേരും പോയിട്ട്, പ്രത്യേകിച്ചും ആ അർജുനൻ, വീരശൂരപരാക്രമിയായിട്ടുള്ള അർജുനൻ യുദ്ധം ചെയ്ത് ദ്രുപദനെ തോൽപ്പിച്ചു, പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. രഥത്തിൽ നിന്ന് വലിച്ചിഴച്ച് തന്റെ ആചാര്യന്റെ മുന്നിലേക്ക് ഇട്ട് കൊണ്ടുവന്നു. ആചാര്യ പറയൂ, ഇദ്ദേഹത്തിന്റെ കയ്യും കാലും വെട്ടണോ, തലയാണോ വെട്ടേണ്ടതെന്ന് പറഞ്ഞു. ആചാര്യൻ പറഞ്ഞു, ഇല്ല, മഹാബ്രാഹ്മണനാണ് ഞാൻ, ഒരിക്കലും ഞാൻ അങ്ങനത്തെ ഹീനകൃത്യങ്ങൾ ചെയ്യില്ല. ഈ രാജാവ് ഒരു പക്ഷെ എന്നെ അപമാനിച്ചിട്ടുണ്ടാവും, ആ അപമാനഭാരം എനിക്ക് സഹിക്കാൻ പറ്റാതായി. അതുകൊണ്ട് രാജാവേ, നിന്റെ രാജ്യം മുഴുവനും ഇന്ന് എന്റെ കാൽ കീഴിലാണെന്ന് പറഞ്ഞ് തന്റെ കാല് അദ്ദേഹത്തിന്റെ ശിരസിലേക്ക് എടുത്തു വെച്ചു.
നിന്നെ വധിക്കാതെ ഞാൻ വിടുന്നു. അതെന്റെ ധർമ്മമാണ്, എന്റെ ദാനമാണ്, നിന്റെ ജീവൻ എന്റെ ദാനമാണ്, പൊയ്ക്കോളൂ. പക്ഷെ നിന്റെ അർദ്ധരാജ്യം എനിക്കുള്ളതാണ്, അർദ്ധരാജ്യം ഞാൻ നിനക്ക് ദാനം ചെയ്യുന്നു. നിനക്കൊരു പശുവിനെ ദാനം ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ, നിന്റെ അർദ്ധരാജ്യം ഞാൻ നിനക്ക് ദാനം ചെയ്യുന്നു, വേണമെങ്കിൽ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് തന്റെ പുത്രനായിട്ടുള്ള അശ്വത്ഥാമാവിനെ ആ ഉത്തര പാഞ്ചാലത്തിന്റെയും ദക്ഷിണ പാഞ്ചാലത്തിലെ രാജാവായിട്ട്, കാമ്പില്യത്തിലെ രാജാവായിട്ട് ദ്രുപദ മഹാരാജാവിനെയും അവരോധിച്ചു. അങ്ങനെ വീണ്ടും അപമാനം കൊണ്ട് കൊട്ടാരത്തിൽ തിരിച്ചെത്തി. എങ്ങനെയും ദ്രോണനെയും വധിക്കണമെന്നുള്ള ചിന്തയുണ്ടായി. അങ്ങനെ അദ്ദേഹം യാജൻ, ഉഭയാജൻ എന്നുള്ള രണ്ട് ഋതിക്കുകളെ, ഈ യാഗമെല്ലാം ചെയ്യുന്ന ശ്രേഷ്ഠരായിട്ടുള്ള രണ്ട് ബ്രാഹ്മണരെ കണ്ടെത്തി അവർക്ക് അനേകം ദക്ഷിണകളെല്ലാം നൽകി പുത്രകാമേഷ്ടി യാഗം ചെയ്തു. യാഗത്തിന്റെ അവസാനം അതിൽ നിന്ന് ഒരു സുന്ദരനായിട്ടുള്ള യുവാവും ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീയും വന്നു. കറുത്ത കളറായതുകൊണ്ട് ആ സുന്ദരിയായിട്ടുള്ള സ്ത്രീക്ക് കൃഷ്ണ എന്ന പേര് വിളിച്ചു. പാഞ്ചാല രാജാവിന്റെ പുത്രി ആയതുകൊണ്ട് പാഞ്ചാലി എന്നും, ദ്രുപദ രാജ്യത്തെ രാജകുമാരിയായതുകൊണ്ട് ദ്രൗപദി എന്നും ആളുകൾ നാമകരണം ചെയ്തു. അവിടെ വീരശൂര പരാക്രമിയായിട്ടുള്ള യുവാവ് സർവ ആയുധങ്ങളോടും കൂടിയിട്ട് അഗ്നിയിൽ നിന്ന് ജനിച്ചു. അഗ്നിയുടെ അവതാരമായിരുന്നു അദ്ദേഹം. ഏകലവ്യന്റെ അംശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ജനിച്ചത്, തന്റെ വിരല് മുറിച്ചതിന് പ്രതികാരം ചെയ്യുവാനായിട്ട്. അങ്ങനെ ദൃഷ്ടമാത്രയില് പെട്ടെന്ന് തന്നെ ഭീകരത തോന്നിക്കുന്നതവനായതുകൊണ്ട് ദൃഷ്ടദ്യുമ്നൻ എന്ന് അവനെ നാമകരണം ചെയ്തു. പാഞ്ചാല രാജാവിന്റെ ഭാര്യ രണ്ടുപേരെയും മകനും മകളുമായിട്ട് സ്വീകരിച്ചു. അങ്ങനെ അവിടെ കൊട്ടാരത്തിൽ വെച്ച് അഭ്യസിച്ചു. പക്ഷെ ഇതുകൊണ്ടൊന്നും തൃപ്തിയായില്ല. ദ്രോണാചാര്യ വധിക്കാൻ ഇതുകൊണ്ടായില്ല. പുത്രനെ വിളിച്ചിട്ട് പറഞ്ഞു, പുത്ര, നീ ദ്രോണാചാര്യരുടെ അരികിൽ തന്നെ പോയിട്ട് വിദ്യ അഭ്യസിക്കൂ, എന്നാൽ മാത്രമേ അദ്ദേഹത്തിനെ വധിക്കുവാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിനെ വധിക്കുവാനാണ് നീ ജനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ദൃഷ്ടദ്യുമ്നൻ ഇവിടെ ഗുരുകുലത്തിലെത്തി. ദ്രോണാചാര്യരെ നമസ്കരിച്ചു. പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ശിഷ്യനാവാനുള്ള ആഗ്രഹമുണ്ട്, ദയവ് ചെയ്തിട്ട് എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ചാലെന്ന് പറഞ്ഞു. ശരി, താങ്കൾ ആരാണ്, പരിചയപ്പെടുത്തൂ, അതിനുശേഷം ഞാൻ വേണമോ വേണ്ടയോ എന്ന് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഞാൻ ദ്രുപദപുത്രനായിട്ടുള്ള യജ്ഞസേനന്റെ പുത്രനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നനാണ്. അങ്ങയെ വധിക്കാനായിട്ട് യാഗശാലയിൽ നിന്ന്, യജ്ഞകുണ്ടത്തിൽ നിന്ന് ജനിച്ചവനാണ് എന്ന് പറഞ്ഞു. അങ്ങയുടെ മൃത്യുവാണ് ഞാൻ, അങ്ങയുടെ കാലനാണ് ഞാൻ എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടിയിട്ട് കൗരവരും പാണ്ഡവരും മറ്റുള്ളവരെല്ലാം പേടിച്ച്, എന്താണ് സംഭവിക്കുന്നത്, ആചാര്യൻ എന്താണ് ഇനി ഇവനെ ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞപ്പോ പറഞ്ഞു, ശരി, രാജവസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് നീ ആ യുദ്ധകളത്തിലേക്ക് വരൂ, ഇവിടെ ഗോദയിലേക്ക് വരൂ, ആ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് സ്നാനം ചെയ്ത് ശുദ്ധിയായിട്ട് വരൂ, ഇന്നു മുതൽ നീ എൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞു. നോക്കൂ, സനാതനധർമ്മത്തിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കൂ. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ അത്. അങ്ങനെ എല്ലാവരും പറഞ്ഞു, ആചാര്യ എന്ത് വിഡ്ഢിത്തരമാണ് താങ്കൾ ചെയ്തത്. ചാരന്മാര് മുഖാന്തരം എൻ്റെ മുത്തച്ഛനും അച്ഛനും എല്ലാവരും വിവരം അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ദ്രുപദപുത്രൻ യാഗം ചെയ്തുവെന്നും അങ്ങയെ വധിക്കാൻ വേണ്ടിയിട്ട് ദൃഷ്ടദ്യുമ്നൻ എന്നുള്ള പുത്രനായിട്ട് ജനിച്ചുവെന്നും അദ്ദേഹം വളരെ കാലം ജീവിച്ചിരിക്കുമെന്നും എല്ലാം അറിഞ്ഞിരിക്കുന്നു. ആ വ്യക്തി താങ്കളുടെ മുന്നിൽ വന്ന സമയത്ത് അദ്ദേഹത്തിനെ വധിക്കാതെ എന്തിനാണ് അദ്ദേഹത്തിനെ ശിഷ്യനായിട്ട് സ്വീകരിച്ചത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദ്വിജോത്തമനാണ്, ഞാൻ ബ്രാഹ്മണനാണ്, എനിക്കൊരു കർമ്മമുണ്ട്, എനിക്കൊരു സ്വധർമ്മമുണ്ട്. ഞാൻ എൻ്റെ സത്യത്തിന്റെ പാതയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാറില്ല. ചെറിയൊരു കർമ്മത്തിന് വേണ്ടിയിട്ട് ധർമ്മത്തിന്റെ ആ ഒരു നൂല് പൊട്ടിക്കാൻ എനിക്ക് സാധ്യമല്ല. ഈശ്വരന്റെ വിധി അതാണെങ്കിൽ അത് തന്നെ നടക്കും. ഞാൻ അവനെ നിരാകരിച്ചാലും അവൻ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ വധിക്കും. കാരണം കർമ്മഫലം അനുഭവിച്ചേ മതിയാവൂ. ആ കർമ്മത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവനെ എനിക്ക് ഒരിക്കലും നിരാകരിക്കാൻ സാധ്യമല്ല. മറിച്ച് നിങ്ങൾ ആരെങ്കിലും അവനെ ഉപദ്രവിക്കാനോ അവനെ അപമാനിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആയിരിക്കും ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ പോകുന്നത് എന്ന് ഭീഷണിയും പറഞ്ഞു. അങ്ങനെ എല്ലാവരും ദൃഷ്ടദ്യുമ്നനെ സ്വന്തം കൂട്ടത്തിൽ ചേർന്നു. അങ്ങനെ പാണ്ഡവരുടെയും കൗരവരുടെയും സ്വന്തം മകന്റെയും എല്ലാവരുടെയും കൂട്ടത്തില് ദൃഷ്ടദ്യുമ്നനെ അദ്ദേഹം ശിഷ്യനായിട്ട് സ്വീകരിക്കുകയും സകല അസ്ത്രങ്ങളും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ എതിർപ്പുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ദൃഷ്ടദ്യുമ്നനെ ശിഷ്യനായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഔചിത്യബോധത്തെയാണ് ഇവിടെ ദുര്യോധനൻ തവ ശിഷ്യേണ ധീമതാ ദ്രുപദപുത്ര എന്ന വാക്കുകൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അന്നേ പറഞ്ഞതല്ലേ ദ്രോണാചാര്യ അങ്ങയോട് അവനെ ഉപേക്ഷിക്കുവാൻ, ഇതാ അങ്ങയിൽ നിന്ന് സർവ വിദ്യകളും അഭ്യസിച്ച്
എല്ലാ ബ്രഹ്മാസ്ത്രമടക്കമുള്ള എല്ലാതും അഭ്യസിച്ചുകൊണ്ട് അങ്ങയുടെ ഘാതകനായിട്ട്, അങ്ങയുടെ കാലനായിട്ട്, ദ്രുപദപുത്രനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നൻ മുന്നിൽ നിൽക്കുന്നു. അങ്ങ് ജാഗരൂകനായിട്ട്, അങ്ങ് കണ്ണടയ്ക്കാതെ 100% പ്രതിപത്തി പുലർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യണം. യാതൊരു തരത്തിലുള്ള ദയാദാക്ഷിണമോ ചാഞ്ചല്യമോ ഒന്നും വരരുത്. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ മരണം സുനിശ്ചിതമാണ് എന്നുള്ള ഒരു ഭീഷണിയാണ് ഇവിടെ ദുര്യോധനൻ ആചാര്യനോട് പറയുന്നത്. അല്ലാതെ ആചാര്യന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനാണ്, അല്ലാതെ അദ്ദേഹത്തിൽ നിന്നും ധൃതരാഷ്ട്ര മഹാരാജാവ് വിചാരിച്ച പോലെ അനുഗ്രഹം വാങ്ങാനല്ല അദ്ദേഹം വന്നത്. അങ്ങനെ 2 ശ്ലോകങ്ങളും കഴിഞ്ഞു. ഇനി വളരെ ലളിതമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 3-4 ശ്ലോകങ്ങൾ ഒരുമിച്ചെടുക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ആരും ഉറങ്ങിയില്ല എന്ന് വിചാരിക്കണോ? ഇതാണ് നമ്മുടെ സനാതന ധർമ്മം.